പോസിറ്റീവ് കമ്മ്യൂൺ തൃശൂർ ചാപ്റ്റർ നടത്തുന്ന ഈ വായനോത്സവം വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഈ ജൂൺ 19 മുതൽ ജൂലൈ 19 വരെ നമ്മൾ നടത്തുന്ന ഈ വായനോത്സവം കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും കിട്ടുക എന്ന് നമുക്കറിയാം. എത്രയോ അറിവുകൾ, എത്രയോ നല്ല നല്ല ആശയങ്ങൾ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ അറിവിനെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ്. ഈ അറിവിന്റെ വാതായനം തുറന്നു കിട്ടുമ്പോൾ നമുക്ക് മറ്റുള്ളവരോടുള്ള ഒരു എമ്പതി, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയാണ്. വിശാലമായിട്ട് നമുക്ക് ഈ ലോകത്തെ ഒന്നും കൂടി നമ്മുടെ ആ പെർസെപ്ഷൻ മാറ്റി വെച്ച് നമുക്കൊന്ന് കാണാൻ സാധിക്കുകയാണ്. അതിനേക്കാളൊക്കെ ഉപരി ഈ സമയത്ത് 8 മണിക്ക് ഗോപാലകൃഷ്ണൻ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ജൂലൈ 19 കഴിയുമ്പോൾ ഈ വായന പ്രേമികളുടെ ഈ കൂട്ടായ്മ, ആ ബന്ധങ്ങളുടെ ഊഷ്മളത ഒക്കെ ഇനി 2 ദിവസം കഴിയുമ്പോൾ എന്താകും എന്ന് ഒരു അസ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യചിഹ്നം കൂടി ഒന്ന് ഉടലെടുക്കുകയാണ്. നമ്മൾ ഈ വായനാ പ്രേമികള് ഇവിടെ ഇത്രയും സമയം ഒരുമിച്ച് കൂടുമ്പോൾ മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം, പുസ്തകത്തിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ, നമ്മളുടെ തന്നെ മനസ്സിന് ലഭിക്കുന്ന ഒരു ആശ്വാസം, റിലാക്സേഷൻ, ഇതെല്ലാം ഉണ്ട്. ഇന്നത്തെ പുസ്തക അവതരണം നടത്തുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഒരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയങ്കരനായ കഥകളുടെ രാജകുമാരനായിട്ടുള്ള ഷർഷാദ് സാറാണ്. അദ്ദേഹം അവതരിപ്പിക്കുന്ന പുസ്തകം ജീവിത ചിന്തകൾ, KP കേശവമേനോന്റെ ജീവിത ചിന്തകൾ എന്ന പുസ്തകമാണ് ഇന്ന് നിരൂപണം നടത്തുന്നത്. ഷർഷാദ് സാറിനെ കുറിച്ച് പറഞ്ഞാൽ JCയുടെ ഇന്ത്യൻ സോൺ ട്രെയിനറാണ്, സ്റ്റേറ്റ് കൗൺസിൽ ഇന്ത്യ സർട്ടിഫൈഡ് ട്രെയിനറാണ്. മനോഹരമായിട്ടുള്ള കഥകളിലൂടെ ഇന്നലെ ഞാനൊരു സൂമിൽ ഒന്ന് ഓടിക്കേറിയപ്പോൾ അദ്ദേഹം അവിടെ പറയുന്നത് ഉറുമ്പുകളെ കുറിച്ചുള്ള കഥകളായിരുന്നു. ഏത് സന്ദർഭത്തിലും അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് മനസ്സിലാകുന്ന തരത്തിൽ പുതിയൊരു ആശയം കൊടുക്കാൻ കഥകളിലൂടെ സംസാരിക്കുന്ന കഥകളുടെ രാജകുമാരൻ. പോസിറ്റീവ് കമ്മ്യൂൺ സ്റ്റേറ്റ് ജനറൽ കൺവീനർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഷർഷാദ് സാറിന് ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും കൂടി അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് 20 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. നീണ്ട 500-ലധികം ട്രെയിനിങ് സെഷൻസ് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും പേരൻസിനും നടത്തിയ അനുഭവ പാരമ്പര്യമുള്ള അദ്ദേഹത്തിന്റെ ബാക്ക്ഡ്രോപ്പ് നോക്കിയാൽ മനസ്സിലാകും. പേരന്റിങ് കഥകള്, അതായത് താമസിക്കുന്ന വീട്ടിൽ പോലും പേരന്റിങ്ങിന്റെ പോസ്റ്റർ വെച്ച് അതിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഷർഷാദ് സാറിന്റെ വൈഫ് റഷിദ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഒരു മോളും മോനുമുണ്ട്. മോള് ഫർഹ മെഹറിൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോൻ ഹനാൻ മുഹമ്മദ് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മക്കളെ കൊണ്ടും കഥകളെ കൊണ്ടും കവിതകളെ കൊണ്ടും അനുഗ്രഹീതനായിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പോസിറ്റീവ് കമ്മ്യൂണിന്റെ പുതിയ ജനറൽ കൺവീനർ ഷർഷാദ് സാറിനെ ഇന്നത്തെ പുസ്തക അവതരണത്തിനായി സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ഓവർ ടു ഷർഷാദ് സർ. താങ്ക് യു മാം. തിരക്കിനിടയിലും ഔദ്യോഗികമായിട്ടുള്ള ആ സ്ഥാനലബ്ധിയിൽ ആദ്യം ലീസ മാമിനെ അഭിനന്ദിക്കാൻ ഈ ഒരു വേള ഞാൻ ആഗ്രഹിക്കുകയാണ്. തൃശൂർ പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഏറ്റവും ശക്തയായ അവതരണ ഭംഗി കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ഒക്കെ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന ഒരാളാണ് ലീസ മാം. താങ്ക് യു. ഒപ്പം തൃശൂർ പോസിറ്റീവ് കമ്മ്യൂൺ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ ഈ കഴിഞ്ഞ പോസിറ്റീവ് കമ്മ്യൂണിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും മികച്ച ചാപ്റ്ററിനുള്ള അവാർഡ് നേടിയിട്ടുള്ള തൃശൂർ പോസിറ്റീവ് കമ്മ്യൂൺ തുടർ വർഷങ്ങളിലും അത് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇത്തരം പരിപാടികളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടീം പോസിറ്റീവ് കമ്മ്യൂൺ തൃശൂർ എന്നാണ് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ടീമിന് എല്ലാവിധ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുക. നമ്മുടെ പുസ്തകോത്സവം വായനോത്സവം മറ്റന്നാൾ ഇവിടെ തിരശ്ശീല വീഴുകയാണ്. നാളെ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ അനീസാറാണ് പുസ്തകം അവതരിപ്പിക്കുന്നത്.
മറ്റന്നാൾ നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് മെന്റർ രവിയേട്ടനാണ് പുസ്തകം അവതരിപ്പിക്കുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് അതൊരു എന്താണ് പറയാ യാദൃശ്ചികതയാവാം. എന്റെ പുസ്തക അവതരണം കുറച്ച് ദിവസം മുമ്പായിരുന്നു. ഞാനത് കുറച്ചിങ്ങോട്ട് നീട്ടിയത്. അപ്പൊ ചിലരെ ചോദിക്കും, എവിടെ കഞ്ചാവ് എവിടെ എന്ന് ചോദിക്കുന്നുണ്ടാവും. ഞാൻ ആദ്യം നമ്മളെ കൊടുത്തിട്ടുള്ള പേര് പുസ്തകം ഏത് പുസ്തകം വായിക്കും എന്ന് ചോദിച്ചപ്പോ 2-3 പുസ്തകങ്ങളുടെ പേര് ഞാൻ പറഞ്ഞപ്പോ പ്രഭാകരൻ സാർ എന്നാൽ കഞ്ചാവ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കഞ്ചാവ് ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. പക്ഷെ കഞ്ചാവ് ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. ഒരുപക്ഷെ നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ലിജീഷ് കുമാറിന്റെ കഞ്ചാവ് 2024 ജനുവരിയിലാണ് ഇതിന്റെ ആദ്യത്തെ പതിപ്പിറങ്ങിയത്. ലിജീഷ് കുമാറിനെ നിങ്ങൾ അറിയും. നമ്മളെ സൈലത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്. കേരളത്തിലുടനീളം അദ്ദേഹത്തിന്റെ സൈലത്തിന്റെ ബോർഡിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ നിങ്ങൾ കാണാറുണ്ട്. നല്ലൊരു എഴുത്തുകാരനാണ് ലിജീഷ് കുമാർ. പുതിയ എഴുത്തുകാരിൽ മൂർച്ചയുള്ള എഴുത്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ്. 2024 ആദ്യ പതിപ്പിറങ്ങി, ജനുവരിയിൽ ആദ്യ പതിപ്പിറങ്ങി. 2024 ഏപ്രിൽ ആകുമ്പോഴേക്കും 3 മാസം കൊണ്ട് 5ാമത്തെ പതിപ്പ്. എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം 5ാം പതിപ്പാണ്. 3 മാസം കൊണ്ട് 5ാം പതിപ്പിൽ എത്തി നിൽക്കുന്ന ഒരു പുസ്തകമാണ് കഞ്ചാവ്. എന്തുകൊണ്ടത് വായിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ചില പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞ് നല്ല കൊള്ളാം എന്ന് നമുക്ക് തോന്നി. പക്ഷെ ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരിക. കഞ്ചാവ് അടിച്ചിട്ട് ആ കഞ്ചാവിന്റെ ലഹരി എന്താണെന്ന് മറ്റൊരാൾക്ക് നമുക്കത് ആ അർത്ഥത്തിൽ അത് നമുക്ക് അനുഭവിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ ഒരു പുസ്തകമാണ് ഈ പുസ്തകം. 25 വ്യക്തികളെ കുറിച്ചാണ്, നമുക്കൊക്കെ സുപരിചിതരായിട്ടുള്ള 25 വ്യക്തികളെ കുറിച്ചാണ്. മനുഷ്യർ എങ്ങനെയാണ് നമ്മളെ ലഹരി പിടിപ്പിക്കുന്നത് എന്നാണ് ആ പുസ്തകം പറയുന്നത്. ഞാനത് ആമുഖമായി പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ, എന്തുകൊണ്ട് കഞ്ചാവ് ഇല്ല എന്നുള്ളതിന്റെ ഒരു കാരണം. പിന്നീട് ഈ ദിവസം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം, ഇന്ന് ബിനി സാർ ആയിരുന്നു ഇന്ന് പുസ്തകം വായിക്കേണ്ടിരുന്നത്. അപ്പൊ 21 ലെസൺ ഫോർ 21st സെഞ്ചുറി. അപ്പൊ ഞാൻ പ്രഭാകരൻ സാറോട് പറഞ്ഞു തന്നാൽ ഞാൻ ആ പുസ്തകം വായിക്കാം. അപ്പൊ ആ പുസ്തകം ഇതുപോലെ തന്നെ എടുത്തു വെച്ചു. മുമ്പ് വായിച്ചിട്ടുള്ള പുസ്തകമാണെങ്കിലും അവതരിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇത് 1 മണിക്കൂർ കൊണ്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് എവിടെ എത്തില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് തൽക്കാലം ആ പുസ്തകവും മാറ്റിവെച്ചത്. അവസാനം ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ ആലോചിച്ചപ്പോ വായിച്ചു വെച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഏതായിരിക്കും കുറച്ചുകൂടെ ഈ സന്ദർഭത്തിന് അനുയോജ്യമായത് എന്നുള്ള ആലോചനയിലാണ് KP കേശവമേനോനിലെത്തുന്നതും KP കേശവമേനോന്റെ ജീവിത ചിന്തകളിലേക്ക് എത്തുന്നത്. KP കേശവമേനോനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും മാതൃഭൂമിയുടെ സ്ഥാപകനും ഗാന്ധിയനും ഒക്കെ ആയിട്ടുള്ള KP കേശവമേനോൻ. KP കേശവമേനോൻ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ, പ്രത്യേകിച്ച് വൈക്കം സത്യാഗ്രഹത്തിൽ, ഇങ്ങനെ തുടങ്ങി സ്വാതന്ത്ര്യ സമരത്തിൽ മാതൃഭൂമിയും KP കേശവമേനോനൊക്കെ ചെലുത്തിയിട്ടുള്ള സ്വാധീനങ്ങളെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ KP കേശവമേനോൻ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് പുതിയ തലമുറ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ ഈ പുസ്തകം എടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ 5 വാള്യങ്ങളിലായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള നാം മുന്നോട്ട് എന്ന് പറയുന്ന ഒരു പുസ്തക പരമ്പരയുണ്ട്. അത് വായിച്ച ആൾക്കാരൊന്ന് യെസ് ഇടാമോ? KP കേശവമേനോന്റെ നാം മുന്നോട്ട് എന്ന് പറയുന്ന സീരീസ്, പുസ്തക സീരീസ് വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ യെസ് ഇടാം. ഓക്കെ, പുസ്തക സാറ് റിയൽമി. ഓക്കെ, സാറ് യെസ് പറയുന്നുണ്ട്. ഓക്കെ, ഒരു ഇന്റർ കോളേജിയറ്റ് മത്സരത്തില് 4 വോള്യം സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്റെ വലിയ പുസ്തകമുണ്ട് 5 വാള്യങ്ങൾ. അതില് 1ാമത്തെ വാള്യം ജീവിതത്തെ മാറ്റി തീർക്കുന്ന വിജയ മന്ത്രങ്ങൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. 2ാമത്തെ വാള്യം പ്രകാശപൂർണമായ ജീവിതത്തിന് ചില മാർഗരേഖകൾ
എന്നാണ് രണ്ടാമത്തെ വോള്യം. മൂന്നാമത്തെ വോള്യം ആദർശനിഷ്ഠ നിറഞ്ഞ ജീവിതത്തിന് ചില ശുഭചിന്തകൾ എന്നാണ്. നാലാമത്തെ വോള്യം ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാൻ എന്നാണ്. അഞ്ചാമത്തെ വോള്യം ജീവിത വിജയത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ എന്നാണ്. 1972 നാം മുന്നോട്ട് എന്ന് പറയുന്ന ഈ പുസ്തക സീരീസ് അദ്ദേഹം പുറത്തിറക്കിയിട്ടുള്ളത്. നമ്മളൊക്കെ വായിക്കേണ്ട പുസ്തകങ്ങളാണ്. എന്നാൽ ഞാൻ ഇവിടെ തെരഞ്ഞെടുത്തിട്ടുള്ള ജീവിത ചിന്തകൾ എന്നുള്ള ഈ ഒരു പുസ്തകം, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1953 ഇത് പുറത്തിറക്കുന്നത്. 1953. അപ്പൊ 53 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു പുസ്തകം ഇന്നും ഏറെ വായിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത. നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ ട്രെയിനേഴ്സാണ്, ധാരാളം ട്രെയിനേഴ്സ്, ഇതിൽ കൂടുതൽ ആളുകളും ട്രെയിനേഴ്സാണ്. നമുക്ക് ഡെയിൽ കാർണഗിയെയും സ്റ്റീഫൻ ആർ കോവയെയും റോബിൻ ശർമ്മയെയും ബ്രയാൻ ട്രേസിയെയും ഇങ്ങനെ ഈ വിദേശ എഴുത്തുകാരെ ഒക്കെയാണ് നമ്മൾ പലപ്പോഴും കോട്ട് ചെയ്യാറുള്ളത്. അവരെയാണ് അവരെ പറഞ്ഞാലേ നമുക്ക് അവിടെ ഒരു വിലയുണ്ടാകൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം വിദേശ എഴുത്തുകാരെ നമ്മൾ അത്രമാത്രം അവരെ കോട്ട് ചെയ്യുന്നത്. എന്നാൽ 1953 നാം മുന്നോട്ട് എന്നുള്ള വോളിയംസ് 60-കളിലും അദ്ദേഹം മാതൃഭൂമി പത്രത്തിൽ എഴുതിയ സന്ദേശങ്ങളിലെ ചിന്തകളായിരുന്നു, ഇന്നത്തെ ചിന്തകൾ. അത് നേരത്തെ എഴുതിയതാണ്. അത് ഒരുമിച്ച് പുസ്തകമാക്കിയത് 72 5 വോള്യങ്ങളുള്ള പുസ്തകമായിട്ട് ഇറങ്ങിയത് 1972. ജീവിത ചിന്തകൾ തന്നെയാണ്. ആ ചിന്തകളുടെ ആദ്യത്തെ ഒരു പുസ്തകമാണ് ഈ പുസ്തകം. എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, മലയാളത്തിലെ സെൽഫ് ഹെൽപ്പ് വിഭാഗത്തിലെ ആദ്യ പുസ്തകങ്ങളിലൊന്നായിട്ട് ഗണിക്കപ്പെടുന്ന പുസ്തകമാണ് ഈ പുസ്തകം. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ഇന്ന് റെലവൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ അതില് ശാസ്ത്രത്തിന്റെ, പ്രത്യേകിച്ച് മനഃശാസ്ത്രത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ടൊക്കെ ചിലതിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. എങ്കിൽ പോലും 80% കാര്യങ്ങളും ഇന്നും ഏറെ പ്രസക്തമാണ് എന്നതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ഇതില് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ, അതിന്റെ ഭാഷ, എല്ലാ അർത്ഥത്തിലും. അപ്പൊ എനിക്ക് ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പുസ്തകം ഹൃദയം കൊണ്ട് കേൾക്കണം എന്ന്. ഹൃദയം കൊണ്ട്, പരമാവധി എന്റെ ഹൃദയം കൊണ്ട് ഞാനിത് അവതരിപ്പിക്കാൻ ശ്രമിക്കും. ഇനിയിപ്പോ എന്റെ അവതരണത്തിൽ എവിടെയെങ്കിലും ഞാൻ നാവ് കൊണ്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിലും നിങ്ങളത് ഹൃദയം കൊണ്ട് കേൾക്കുമ്പോൾ ആത്മവെളിച്ചുണ്ടാക്കുന്ന, നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ, നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ പ്രാപ്തമാക്കുന്ന ഒരു മഹത്തായ പുസ്തകം എന്നാണ് എനിക്ക് ആമുഖമായി ഈ പുസ്തകത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ ലിസ മാം ചെയ്യേണ്ടത് നിർത്താനാവുമ്പോൾ പറയാന്നുള്ളതാണ്. ഇത് കുറെ ഉണ്ട്, അതുകൊണ്ട് എവിടെ നിർത്തണം എന്നുള്ളതിന് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല. എവിടെയാണോ എത്തുന്നത് അവിടെ നമ്മൾ നിർത്തും, ബാക്കി നിങ്ങൾ വായിച്ചോളുക എന്നുള്ളതാണ്. ഓക്കെ, ജീവിതയാത്ര എന്നൊരു ആമുഖത്തോടു കൂടിയാണ് ഈ പുസ്തകം അദ്ദേഹം തുടങ്ങുന്നത്. ജീവിതത്തെ യാത്രയോട് നമ്മൾ സാധാരണ ഉപമിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളുടെ, പലരും പല രീതിയിലാണ് യാത്ര ചെയ്യുക. ചില ആളുകളെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് യാത്രയിൽ എത്തിച്ചേരേണ്ട ലക്ഷ്യം മാത്രമായിരിക്കും അവരുടെ മനസ്സിൽ. അങ്ങനെയുള്ള യാത്രക്കാരുടെ പ്രത്യേകത, അവർ യാത്രയിൽ ഉള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. യാത്രയെ ആസ്വദിക്കാതെ യാത്രയുടെ ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ച് പോകുന്ന കുറെ ആളുകളുണ്ട്. എന്നാൽ വെറും ആസ്വാദനം മാത്രം ലക്ഷ്യം വെക്കുകയും നമ്മുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച്, യാത്രയുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് മറന്നു പോവുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള യാത്രക്കാരൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതയാത്രയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം തുടങ്ങുന്നത്. എനിക്ക് അതിലെ അതിശയകരമായിട്ട് തോന്നിയ അദ്ദേഹം ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യം, ലോകത്തിലൊട്ടാകെ 10 ലക്ഷത്തോളം പേര് ഒരു കൊല്ലത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് എന്നാണ് 1953 ഇറങ്ങിയിട്ടുള്ള പുസ്തകമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്നത്തെ കണക്കാണ് പറയുന്നത്. അന്ന് ഞാൻ നോക്കിയപ്പോ
അന്നത്തെ ജനസംഖ്യ 953 ജനസംഖ്യ എത്രയായിരുന്നു എന്ന് വെറുതെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അത് 264 കോടിയാണ്. 264 കോടി മനുഷ്യരാണ് അന്നുണ്ടായിരുന്നത്. ഇന്ന് അത് 700 പുറത്തായിട്ടുണ്ട്. അപ്പോ അന്നത്തെ ഒരു അവസ്ഥ അത്രമാത്രം ഉള്ള ഒരു അവസ്ഥയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ജീവിതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുമൊക്കെ സൂചിപ്പിക്കാൻ ഒരു കണക്ക് അദ്ദേഹം അവിടെ അവതരിപ്പിക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ ആമുഖത്തിൽ. വഴി പരിചയമില്ലാത്ത ഒരാൾ വെളിച്ചമൊന്നും കയ്യിലെടുക്കാതെ യാത്രക്ക് പുറപ്പെട്ടാൽ പാത കാണാതെ കല്ലും മുള്ളും തറച്ചും കുണ്ടിലും വീണും ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തിച്ചേരുവാൻ പ്രയാസപ്പെടും. ഒരുപക്ഷെ വഴിയിൽ വല്ല സ്ഥലത്തും വീണ് കിടക്കുവാനും മതി. ഒരു വിളക്കിന്റെ സഹായത്തോടെ യാത്ര പുറപ്പെടുന്നതാണെങ്കിലോ യാത്രാക്ലേശം അധികം അനുഭവിക്കാതെ വിചാരിച്ച സ്ഥലത്ത് വേഗത്തിൽ എത്തിച്ചേരാം. വെളിച്ചത്തിന് പ്രഭ എത്ര കണ്ട് കൂടുമോ യാത്രക്കുള്ള സൗകര്യവും അത്ര കണ്ട് അധികമാകും. ജീവിതയാത്രയിലെ സ്ഥിതിയും ഇത് തന്നെയാണ്. ആ വെളിച്ചമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. നമ്മുടെ യാത്രയെ സുഖകരമാക്കാൻ, ജീവിതയാത്രയെ ക്ലേശരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ കയ്യിൽ പിടിക്കേണ്ട ഒരു വിളക്കാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജീവിതത്തിൽ നേരിടുന്ന പ്രതിബന്ധങ്ങളോട് എതിർക്കുവാൻ ശരീരത്തിനും മനസ്സിനും വാസ്തവത്തിലുള്ള ശക്തിയുടെ ഒരംശം മാത്രമേ സാധാരണ മനുഷ്യർ ഉപയോഗിച്ചു വരുന്നുള്ളൂ. നമ്മൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇത് ഇന്ന് നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങുകളിൽ ഒരുപാട് പുതിയ ആളുകളുടെ പുസ്തകങ്ങളിലൊക്കെ നമ്മളിത് വായിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിവില്ലാത്തതും നാം ഉപയോഗപ്പെടുത്താത്തതുമായ ശക്തി നമ്മിൽ ഇരിപ്പുണ്ട്. അത് കണ്ടുപിടിച്ച് വേണ്ടും വിധം ഉപയോഗപ്പെടുത്തുന്നതിലാണ് ജീവിതത്തിന്റെ ജയാപജയങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വളർച്ച വളർച്ച വളർച്ച. ദിനംതോറും കായികമായും മാനസികമായും ധാർമ്മികമായും പരിപൂർണ വളർച്ചക്കായി പരിശ്രമിക്കും. ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്കിങ്ങനെ പലതും ഓർമ്മ വരും. നമ്മൾ സ്റ്റീഫൻ ആർ കോവയെ കോട്ട് ചെയ്യാറുണ്ട്. സ്റ്റീഫൻ ആർ കോവയുടെ 7 ഹാബിറ്റ്സ് കോട്ട് ചെയ്യാറുണ്ട്. 7 ഹാബിറ്റ്സിൽ അദ്ദേഹം അവസാനം 7ാമത്തെ ഹാബിറ്റ് ആയിട്ട് പറയുന്നത് ഷാർപ്പൻ യുവർ സോ കോട്ട് ചെയ്യാറുണ്ട്. ആ ഷാർപ്പൻ യുവർ സോയിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ മൂർച്ച കൂട്ടേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങളാണിത്. എന്തൊക്കെ? ശാരീരികമായിട്ട്, ധാർമ്മികമായിട്ട്, പിന്നെ മാനസികമായി എല്ലാ ആ തലങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യം. അപ്പൊ അതിന് എത്രയോ വർഷം മുമ്പ് നമ്മുടെ മലയാളിയായിട്ടുള്ള KP കേശവമേനോൻ എഴുതി വെക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് തൃപ്തിപ്പെടാതെ ഇനിയും മേലോട്ട് കയറാൻ നോക്കുക. നമ്മിൽ കൊടികൊള്ളുന്ന ശക്തി മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനുള്ള മാർഗങ്ങൾ തേടുക. എത്രയോ ഉയർന്ന സ്ഥിതിയിൽ എത്തുവാൻ പ്രാപ്തരായ പലരും അവരുടെ യഥാർത്ഥ ശക്തിയെപ്പറ്റി യാതൊന്നും അറിയാതെ ജീവിതം ഉപയോഗശൂന്യമാക്കി കളയുകയാണ്. മറ്റുള്ളവർക്ക് സാധിച്ചത് തങ്ങൾക്കും നേടാമെന്ന വിശ്വാസം അവർക്കുണ്ടാകുന്നില്ല. പൗരുഷം നശിച്ച് ജീവിതത്തിൽ പരാജയപ്പെട്ട നിലയിൽ അവർ ദിവസം കഴിഞ്ഞുകൂട്ടുന്നു. ഈ തരത്തിലുള്ള നിർഭാഗ്യവാന്മാരായ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഉപമ പറയുന്നത്. ഈ ഉപമകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഈ പുസ്തകം മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. ഒരു ചെറിയ മാങ്ങയണ്ടി മുളച്ചു വലിയ മാവായി തളർത്ത് പൂത്ത് കായ്ക്കുവാനുള്ള ശക്തിയുണ്ട്. വെള്ളവും വെളിച്ചവും സമയവും കിട്ടുവാൻ വേണ്ടി മാത്രമാണ് അത് കാത്തിരിക്കുന്നത്. ഇതൊന്നും ലഭിക്കാതെ എത്ര അണ്ടികൾ ലളിതമായിട്ടാണ് അദ്ദേഹം അതിനെ കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങൾ പല ജോലിയും നോക്കിയിട്ടുണ്ടായിരിക്കാം. ഒന്നിലും ജയം കിട്ടാതെ മനസ്സുമടുത്ത് പിന്മാറി നിൽക്കുകയായിരിക്കാം. ഒരിക്കൽ കൂടി ഉണർന്ന് പ്രവർത്തിക്കാൻ ഒരുങ്ങിക്കൂടെ? അദ്ദേഹം ചോദിക്കാൻ, നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന ആ മഹാശക്തിയെ ഉണർത്തുവിൻ. ജീവിത സമരത്തിൽ ഏർപ്പെടുവാൻ ആത്മവിശ്വാസത്തോടു കൂടി പുറപ്പെടും. പ്രതിബന്ധങ്ങൾ നമ്മുടെ വളർച്ചക്ക് ആവശ്യമാണെന്നറിയുവിൻ. അതില്ലാത്ത അധികാരം. ഇവയെല്ലാം അമ്മമാരിൽ ഒരുവനാണ് നിങ്ങൾ എന്നറിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും
അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ശേഷം പറയുന്ന ഒരു കഥയാണ്. അത് പല തരത്തിൽ നമ്മൾ അതിനെ ഇത് പറയുന്നുണ്ട്. വഴിവേച്ച ആട്ടിൻകുട്ടിയുടെ ഇടയിൽ വന്നു ചേർന്ന ഒരു സിംഹക്കുട്ടിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ്. അപ്പൊ നമ്മൾ ചില ട്രെയിനേഴ്സ് ഒക്കെ ഇപ്പോഴും ഈ കഥ പറയാറുണ്ട്. പുതിയൊരു കഥ പോലെയൊക്കെ പറയുന്ന കഥയാണ്. പി കേശവമേനോൻ അദ്ദേഹം തന്നെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അത്. അപ്പൊ അത്രയും മുമ്പേ ഈ ഇതൊക്കെ ഈസോപ്പ് കഥകളിലും മറ്റൊക്കെയുള്ള കഥകൾ തന്നെയാണ്. ആ കഥയാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. സിംഹക്കുട്ടി ആട്ടിൻകുട്ടിയുടെ ഇടയിൽ ജനിച്ചു വീഴുന്നതും അതിനുശേഷം ആട്ടിൻകുട്ടികളോടൊപ്പം ജീവിക്കുന്ന അവസാനം അത് തന്റെ സ്വത്വം തിരിച്ചറിയുന്നു. അപ്പം ഈ ഒരു ഹലോ സ്റ്റെക്കായിട്ടില്ലല്ലോ? ഇല്ല പലരെയും ഞാൻ ഓക്കെ. അപ്പൊ സെൽഫ് അവയർനെസിനെ കുറിച്ച് നമ്മുടെ സ്വത്വത്തെ തിരിച്ചറിയുന്നതിനെ കുറിച്ച്, സ്വത്വത്തെ കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ആ കഥയൊക്കെ ഉദാഹരണം വെച്ചുകൊണ്ട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ജീവിതയാത്രയിൽ സാധാരണ നേരിടാനിടയുള്ള ക്ലേശങ്ങളെ ലഘൂകരിക്കുന്നതിനും ഒഴിച്ചുകൂടാത്ത ദുഃഖങ്ങൾ സമാധാനത്തോടും ധൈര്യത്തോടും കൂടി അഭിമുഖീകരിക്കുന്നതിനും പരിശീലനം കൊണ്ട് നമുക്ക് സാധിക്കുന്ന. എന്താണ് ട്രെയിനിങ്? പരിശീലനത്തിന്റെ ഉദ്ദേശം എന്താണ്? പരിശീലനങ്ങൾ കൊണ്ട് എന്താണ് നേട്ടം എന്നാണ് അദ്ദേഹം അതിലൂടെ പറയുന്നത്. വായിക്കാനും അതുപോലെ നന്നായിട്ട് വായിക്കുകയും അതുപോലെ തന്നെ പരിശീലനങ്ങളിൽ പങ്കെടുക്കേണ്ടതിന്റെ നമുക്ക് ആവശ്യകത അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ മറ്റൊന്നു കൂടി നാം ചെയ്യേണ്ടതുണ്ട്. ജ്ഞാനസമ്പാദനത്തിനുള്ള ആഗ്രഹം ദിവസം പ്രതി വർദ്ധിപ്പിക്കണം. അതാണല്ലോ നമ്മളെവിടെ എത്തിച്ചത്. പോസിറ്റീവ് കമ്മ്യൂണിനെ തൃശ്ശൂർ ചാപ്റ്ററിന് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പ്രേരിപ്പിക്കുന്നതും അതിൽ നമ്മൾ പങ്കാളിയാകുന്നതും ഒക്കെ അതുകൊണ്ടാണല്ലോ. ജ്ഞാനസമ്പാദനത്തിനുള്ള ആഗ്രഹം ദിവസം പ്രതി വർദ്ധിപ്പിക്കണം. വിവിധ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ ആയിരക്കണക്കായി അച്ചടിച്ച് പ്രസിദ്ധം ചെയ്യുന്ന ഈ കാലത്ത് അജ്ഞാനാന്ധകാരത്തിൽ ദിവസം കഴിക്കുന്ന മനുഷ്യൻ തന്നോടും സമുദായത്തോടും വലിയ അപരാധമാണ് ചെയ്യുന്നതെന്നാണ്. തന്നോട് മാത്രമല്ല, സമുദായം എന്നത് അദ്ദേഹം നിരന്തരം ഇതിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിയാണ്, സമൂഹമാണ്. വായിക്കാത്തൊരു മനുഷ്യൻ തന്നോട് മാത്രമല്ല തന്റെ സൊസൈറ്റിയോട് പോലും വലിയ അപരാധമാണ് ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഉപജീവനത്തിന് മാത്രമായി ജോലി ചെയ്യുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ പാടില്ല. നമ്മൾ അങ്ങനെയാണ്. പലപ്പോഴും എന്തിനാണ് പോസിറ്റീവ് കമ്മ്യൂണിറ്റി ചേരുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കി നടന്നാൽ പോരെ എന്ന് ചിന്തിക്കുന്ന, നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുമ്പോൾ ചിലരൊക്കെ നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ലോകോദ്ധാരണത്തിനും സഹായിക്കുന്ന വല്ല പ്രവൃത്തിയിലും ഏർപ്പെട്ടിരിക്കണം. അതാണ് നാം ഓർക്കേണ്ട മറ്റൊരു കാര്യം. എല്ലാവരും അവരവരുടെ ഉപജീവനത്തിന് ആവശ്യമായ ജോലി മാത്രമേ നോക്കിയിരുന്നുള്ളൂ എങ്കിൽ ലോകം ഇന്ന് ഈ നിലയിൽ എത്തുമായിരുന്നു എന്നാണ്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള മഹാന്മാരായിട്ടുള്ള സയന്റിസ്റ്റുകൾ, ഒരുപാട് ചരിത്രകാരന്മാർ, ഇങ്ങനെ മഹാന്മാരായിട്ട് നമ്മൾ കാണുന്ന ആളുകൾ മുഴുവൻ അവരവരുടെ കാര്യം മാത്രം നോക്കി മുഴുകിയിരുന്നുവെങ്കിൽ ലോകം ഇന്ന് കാണുന്ന അർത്ഥത്തില് മാറുമായിരുന്നു എന്നാണ് ചോദ്യം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, പണവും പദവിയുമല്ല മനുഷ്യനെ ഉയർത്തുന്നത്, അറിവും ഹൃദയ വിശാലതയുമാണത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അറിവ്, ഹൃദയശുദ്ധി, പക്വമായ ജ്ഞാനവും പരിശുദ്ധമായ മനസ്സും ജീവിതയാത്രയിൽ നമ്മെ സഹായിക്കുന്ന രണ്ട് മിത്രങ്ങളാണ്. ജീവിതയാത്രയിൽ നമ്മെ സഹായിക്കുന്ന രണ്ട് മിത്രങ്ങൾ, ഒന്ന് പരിപക്വമായ ജ്ഞാനവും പരിശുദ്ധമായ മനസ്സുമാണ്. നിങ്ങൾക്ക് എത്ര ഉത്കൃഷ്ടമായ നിലയിൽ ജീവിക്കാൻ കഴിയുമോ അത്ര ഉത്കൃഷ്ടമായ നിലയിൽ ജീവിക്കുവാൻ ശ്രമിക്കുവിൻ എന്ന് മഹാകവി ലോങ്ഫെല്ലോ അധ്യാപകനായിരുന്നപ്പോൾ തന്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞത് ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ്. ലോങ്ഫെല്ലോയുടെ ഉപദേശമാണ്. നിങ്ങൾക്ക് എത്ര ഉത്കൃഷ്ടമായ നിലയിൽ ജീവിക്കാൻ കഴിയുമോ അത്ര ഉത്കൃഷ്ടമായ നിലയിൽ ജീവിക്കുവാൻ ശ്രമിക്കുവിൻ. അതില് എന്റെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ് നമ്മൾ. എത്ര ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പില്ല എങ്കിൽ കൂടെ ഇതിന്റെ പ്രധാന സത്ത മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്നാണ് അതിന്റെ ഒന്നാമത്തെ അധ്യായം. നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഹൃദയം കൊണ്ട് കേൾക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ആഴം വാക്കുകളിൽ
ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഇതിന്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാകും. നാം പാർക്കുന്ന ലോകവും നാം ജീവിക്കുന്ന ലോകവും തമ്മിൽ വലിയ അന്തരമുണ്ട്. എങ്ങനെ? നാം പാർക്കുന്ന ലോകവും നാം ജീവിക്കുന്ന ലോകവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒരേ നഗരത്തിൽ ഒരേ തെരുവിൽ പാർക്കുന്ന രണ്ട് വ്യക്തികൾ രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ ജീവിക്കുന്നതായിട്ട് കാണാം. ഒരേ നഗരത്തിലും ഒരേ തെരുവിലാവണമെന്നൊന്നുമില്ല. ഒരേ വീട്ടിൽ താമസിക്കുന്ന രണ്ട് വ്യക്തികളും രണ്ട് ലോകത്ത് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എവിടെ നാം പാർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ, എവിടെ നാം പാർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അതാണ് നമ്മുടെ ലോകം. പരിസരങ്ങളും പാരമ്പര്യങ്ങളുമാണ് ഈ ലോകത്തെ രൂപപ്പെടുത്തുന്നതെന്നാണ് ഇതുവരെ ശാസ്ത്രജ്ഞന്മാർ വാദിച്ചിരുന്നത്. എന്നാൽ ആധുനിക മനഃശാസ്ത്രം പുതിയൊരു വാദം പുറപ്പെടുവിച്ചിരിക്കുന്നു. പരിസരങ്ങളോ പാരമ്പര്യങ്ങളോ അല്ല, മനസ്സിന്റെ സ്ഥിതിയും പ്രവർത്തനഗതിയുമാണ് ഓരോ മനുഷ്യന്റെയും ലോകത്തെ സൃഷ്ടിക്കുന്നത് എന്നവർ വാദിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരവരുടെ ജീവിത താല്പര്യങ്ങളാണ് ഓരോരുത്തരുടെയും ലോകത്തെ വാർത്തെടുക്കുന്നത്. നമ്മുടെ ചിന്തകളും ലക്ഷ്യങ്ങളും വികാരങ്ങളും നാം ജീവിക്കുന്ന ലോകം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം ലോകത്തിന് ആകൃതി കൊടുക്കും. നമ്മളാണ് നമ്മുടെ സ്വന്തം ലോകത്തിന് ഷേപ്പ് കൊടുക്കുന്നത്. രചനാത്മകമായ ശക്തി എത്രയെങ്കിലും നമ്മിൽ കിടക്കുന്നു. നമ്മുടെ ലോകം നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത പദാർത്ഥങ്ങളാണ് നമ്മുടെ ചിന്തകൾ. എന്നാൽ ഏത് തെരഞ്ഞെടുക്കണമെന്ന് നാം തന്നെ നിശ്ചയിക്കണം. വാനോളം ഉയരുവാനോ പാതാളത്തോളം താഴുവാനോ നമുക്ക് പ്രയാസമില്ല. സമൂഹത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടതില്ല. ഭാഗ്യത്തെയോ ഈശ്വരനെയോ നിങ്ങൾ ശപിക്കേണ്ടതുമില്ല. നിങ്ങളുടെ ഭാഗ്യത്തിന്റെ കർത്താവ് നിങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ കപ്പിത്താൻ നിങ്ങൾ തന്നെ. ജീവിതത്തിന്റെ ഈ അടിസ്ഥാന തത്വം മഹാകവി ഉള്ളൂർ സമർപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഉള്ളൂരിന്റെ പ്രേമസംഗീതത്തിലെ നേടിയിടാം നമുക്കു നാമേ നമുക്കിൽ വരാം നടുകിൽ തിന്നാം നൽകുക നേടിയിടാം നമുക്കു നാമേ പണിപതുനാകം നരകവും അതുപോലെ. എന്നാലോചിച്ച് നോക്കുങ്ങളെ, ഈ കവിത ക്രാന്തദർശിത്വം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ നമുക്കിൽ ഉയരാം. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ശരിക്കതല്ലേ? ഇന്ന് നമ്മൾ വലിയ ഗ്രാറ്റിറ്റ്യൂഡ് വലിയ ട്രെയിനിങ്ങുകൾ നടത്തുന്നു അല്ലേ? അത് എത്ര സിമ്പിൾ ആയിട്ടാണ് ഉള്ളൊരു അത്രയും ഒരു വരിയിൽ അത് പറഞ്ഞിരിക്കുന്നത്. നമുക്കിൽ ഉയരാം. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യനെ എത്ര ഉയർത്തുന്നു എന്ന് പറയുന്നു. നടുകിൽ തിന്നാം. നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. കർമ്മ എന്ന് പറയുന്നതും അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെയാണ് അതിൽ പറയുന്നത്. നൽകുകിൽ നേടിയിടാം. പവർ ഓഫ് ഗിവിങ് എന്ന് പറയുന്ന അത് നൽകുകിൽ നേടിയിടാം. പവർ ഓഫ് ഗിവിങ്ങിനെ സംബന്ധിച്ച് വലിയ സെഷനുകളൊക്കെ തന്നെ നമ്മൾ എടുക്കാറുണ്ട്. നമുക്ക് നാമേ പണിപതുനാകം നരകവും അതുപോലെ എന്ന് പറയുന്നത് അത് നമ്മുടെ ചിന്തയെ സംബന്ധിച്ച് തന്നെയാണ് അവിടെയും ഉള്ളൂർ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മളാണ് നമ്മുടെ സ്വർഗവും നരകവും ഒക്കെ തീരുമാനിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് ഷേപ്പ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. കുരുടനും ബധിരനും ഒരേ വീട്ടിൽ പാർക്കുന്നു. അവർ കിടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം അവിടെ തന്നെ, എന്നാൽ അവർ ജീവിക്കുന്ന ലോകം ഒന്നല്ല എന്ന് അത് ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ജീവിതത്തെ ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗമുള്ളതാക്കി തീർക്കാനോ പാഴാക്കി കളയാനോ നമുക്ക് കഴിയും. എന്താണ് ചെയ്യേണ്ടതെന്ന് തീർച്ചപ്പെടുത്തേണ്ടത് നാം തന്നെയാണ്. അതിന് പണം വേണ്ട, പദവി വേണ്ട, അധികാരവും വേണ്ട. അതിനായി ഉറച്ചു പുറപ്പെടുവാനുള്ള ഒരുക്കം മാത്രമാണ് ആവശ്യം. ഇതിനൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. മൈൻഡ് സെറ്റാണ് പ്രധാനം. ആ മൈൻഡ് സെറ്റാണ് പ്രധാനം എന്ന് അദ്ദേഹം പറയാണ്.
വിധിയെ പഴിക്കേണ്ട, സമൂഹത്തെ ശപിക്കേണ്ട, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും വേണ്ട. കഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ നിസ്വാർത്ഥമായ സേവനത്തിന് എത്രയോ അവസരങ്ങളുണ്ട്. അത് ചെയ്യുന്നതിന് ആരും നിങ്ങളെ തടസ്സപ്പെടുത്തുകയില്ല. അതിന് പുറപ്പെടുമ്പോൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയുള്ളൂ. അതിലേർപ്പെടുമ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ലോകത്തിന് വിസ്താരം കൂടി വരും. നമ്മൾ ജീവിക്കുന്ന ലോകത്തിന് എങ്ങനെയാണ് വിസ്താരം, വ്യാപ്തി കൂട്ടുക? നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലും ലോകോദ്ധാരണത്തിനായി അറിയുന്നതിലും ആരെങ്കിലും വിരോധം പറയുമോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ സ്പീഡിൽ വായിച്ചു പോവാണ്. ജീവിതം പരിശുദ്ധമാകുമ്പോൾ അത് സുഖപ്രദമായി തീരുന്നു. അത് മലിനമായി തീരുന്നു. മലിനമായി തീരുമ്പോൾ അസഹനീയമായി മാറാലയും നീക്കം ചെയ്യുന്നില്ലേ? ഒരു ദിവസം അങ്ങനെ ചെയ്യാതിരുന്നാൽ മനസ്സിനെ അതുപോലെ ദിനം പ്രതി ശുദ്ധി ചെയ്യേണ്ടതുണ്ട്. വെറുപ്പും അസൂയയും ദേഷ്യവും ദുർമോഹവും അതിൽ നിന്ന് അകറ്റണം. മഹനീയമായ ചിന്തകൾ കൊണ്ട് ഒരു മണിമാളിക നിശ്ചയമായി ജീവിക്കാൻ ഇഷ്യൂസ് ഉണ്ടാകും. വരുന്നുണ്ട് ഇടയ്ക്ക്. ശശാ സാർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നോണ്ടാണോ എന്ന് അറിയില്ല. ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്, ബ്രേക്ക് ആവുന്നു. പറയുന്നത് കൺവേ ആവുന്നുണ്ട്, പക്ഷെ അതിന്റെ ഇടയ്ക്കൊരു സ്റ്റക്ക് ആയിപ്പോയോ? വീഡിയോ ഓഫ് ആക്കി ചെയ്ത് നോക്കുന്നാല് പറഞ്ഞ പോലെ അല്ലേ? അതെ അതെ ഓക്കെ. അത് അവസാനം പറഞ്ഞു കേട്ടല്ലോ അല്ലെ? വെറുപ്പും അസൂയയും ദേഷ്യവും ദുർമോഹവും അതിൽ നിന്ന് അകറ്റണം. മഹനീയമായ ചിന്തകൾ കൊണ്ട് ഒരു മണിമാളിക കെട്ടിയുണ്ടാക്കാം. എന്നാൽ മനുഷ്യരെന്ന നിലയിൽ നിർഭയമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചാപ്റ്റർ അവസാനം. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇരുട്ടും വെളിച്ചവും എന്നാണ്. ഇരുട്ടും വെളിച്ചം. എന്നിട്ട് അദ്ദേഹം ആ ചാപ്റ്ററിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആശയം ഇതാണ്: കരയുവാനും നിരാശപ്പെടുവാനുമല്ല, ചിരിക്കുവാനും സുഖിക്കാനുമുള്ളതാണ് ജീവിതം. എന്തായാലും നെപ്പോളിയന്റെ ഇതിൽ ഒരുപാട് കഥകൾ, ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ, കഥകളൊക്കെ പറയുന്നുണ്ട്. നെപ്പോളിയൻ 15 വയസ്സിൽ ഒരു ദിവസം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു അത്രേ. അന്ന് നെപ്പോളിയൻ ഒരു വിദ്യാർത്ഥിയായിരുന്നു. പണത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മനസ്സുമെടുത്ത് നിരാശനായി സമുദ്രത്തിൽ ചാടി മരിക്കാനുള്ള ആലോചനയോടുകൂടി കടൽക്കരയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാളെ കാണുകയും നെപ്പോളിയന്റെ മുഖഭാവം കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കുകയും എന്താണെന്ന് ചോദിക്കുകയും സാമ്പത്തിക പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ചെറിയ ഒരു സഹായം നൽകുകയൊക്കെ ചെയ്യുന്നു. അവിടെ നിന്നാണ് നെപ്പോളിയൻ തിരിച്ചു വരുന്നതും നെപ്പോളിയൻ വലിയ ചക്രവർത്തിയാകുന്നതും എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. എവറസ്റ്റ് കയറി പ്രസിദ്ധി നേടിയിട്ടുള്ള ടെൻസിംഗ് എന്ന പർവ്വത ആരോഹകനെ സംബന്ധിച്ചും അദ്ദേഹം ഒരു ഉദാഹരണമായിട്ട് അവിടെ പറയുന്നു. കിഴക്കേ നേപ്പാളിലെ ഒരു കുഗ്രാമത്തിലാണ് ടെൻസിംഗ് ജനിച്ചത്. മാതാപിതാക്കൾ വളരെ സാധുക്കളായിരുന്നു. കഴിഞ്ഞുകൂടുന്നതിന് യാതൊരു മാർഗവുമില്ലാത്ത കഷ്ടപ്പെട്ട കൗമാരദശയിൽ തന്നെ ടെൻസിംഗ് വീട്ടിൽ നിന്ന് ചാടിപ്പോയി. ഡാർജിലിംഗിൽ ഒരു കൂട്ടം പർവ്വതാരോഹകരുടെ കൂടെ കൂടി. അങ്ങനെയായിരുന്നു പർവ്വതാരോഹണത്തിൽ വൈദഗ്ധ്യം നേടുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ഇന്ന് എവറസ്റ്റ് കൊടുമുടിയിൽ കാൽവെച്ച 2 പർവ്വതാരോഹണ വിദഗ്ധരിൽ ഒരാളായി ഈ ലോകം അദ്ദേഹത്തെ ബഹുമാനിക്കും. ഇടക്ക് നേരിടുന്ന കുഴപ്പമോ കഷ്ടമോ നമ്മളെ അധൈര്യപ്പെടുത്തരുത് എന്നാണ്. എല്ലാ മനുഷ്യരുടെയും, എല്ലാ വിജയിച്ച മനുഷ്യരുടെയും ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇടക്കാലത്ത് അവർക്ക് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ നമ്മൾ കാണിക്കുന്ന മിടുക്കാണ് യഥാർത്ഥത്തിൽ നമ്മളെ വിജയിപ്പിക്കുന്നത് എന്ന്. എന്നും ഇരുട്ടിൽ കടിച്ചു കൂട്ടുവാനാണ് യോഗമെന്ന് വിചാരിച്ച് നിരാശപ്പെടുന്നത് വിഡിത്തമാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോ എല്ലായ്പ്പോഴും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ഉറുമ്പിന്റെ ഒക്കെ ഒരു ഇതിനെ കുറിച്ച്. ഉറുമ്പ് വളരെ പ്രതീക്ഷയോടുകൂടി ഈ വിന്ററിൽ സമ്മർ ആകുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഉറുമ്പ് നിൽക്കുക. അതുപോലെ എന്നും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് അധൈര്യപ്പെടേണ്ടതില്ല. ഇരുട്ടും വെളിച്ചവും ഇടകലർന്നു വരുന്ന ഈ ലോകത്തിൽ ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും.
നാട്ടിൻ പുറങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം കാണാറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കയറ്റത്തിന്റെയും ഇറക്കത്തിന്റെയും ഒക്കെ ഉദാഹരണം അദ്ദേഹം പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, അനുഭവമാണ് ജീവിതത്തിന് രുചിയും ആസക്തിയും ഉണ്ടാക്കുന്നത്. ആഗ്രഹിക്കുന്നതെല്ലാം സാധിച്ചു. വിഷമങ്ങൾ എന്തെന്നറിയാതെ കാലം കഴിച്ചു കൂട്ടുവാനാണ് ഒരുത്തൻ മോഹിക്കുന്നതെങ്കിൽ അതായിരിക്കും അയാൾക്ക് നേരിടാവുന്ന ഏറ്റവും വലിയ ആപത്ത്. ഭയവും ആശങ്കയും സംശയവും അവിശ്വാസവും ചിലപ്പോൾ നമ്മ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകാതിരിക്കില്ല. എന്നിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഒരു കഥയാണ്. ഇതിൽ കുഞ്ഞു കുഞ്ഞു കഥകൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥകൾ തന്നെയാണ്. ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയിലായിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോ അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. ആ കച്ചവടക്കാരൻ ഇങ്ങനെ വലിയ സാമ്പത്തിക നഷ്ടത്തിലൊക്കെ വന്ന് പെട്ടപ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തെ അറിയാവുന്ന മറ്റൊരു ആള് അദ്ദേഹത്തിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്റെ കയ്യിലൊരു മോതിരമുണ്ട്, ഈ മോതിരമാണ് എനിക്ക് ഭാഗ്യമുണ്ടാക്കി തന്നത്, അത് നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ മോതിരം കൊടുക്കുക. അപ്പൊ ഈ മോതിരം കിട്ടിയ ഒരു ആത്മവിശ്വാസത്തിൽ അദ്ദേഹം തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആ ആത്മവിശ്വാസം അദ്ദേഹത്തെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള ഒരു കഥ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ കഥയൊക്കെ പല തരത്തിൽ, പല ടൈപ്പിൽ, പല സന്ദർഭങ്ങളിൽ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്തെല്ലാം ഗുണങ്ങളാണ് ആദർശ ശുദ്ധിക്ക് ആവശ്യമായിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ എണ്ണി പറയാണ്. 1, സത്യം, ധൈര്യം, ദയ, അധ്വാനശീലം, വിവേകം, സ്ഥിരോത്സാഹം. എന്നിട്ട് പറയുന്നുണ്ട്, പൂർണ്ണമായ പട്ടികയല്ല ഇത്, ചിലത് എടുത്തു പറഞ്ഞു എന്നേയുള്ളൂ. ഇവയിൽ ഏതാണ് നിങ്ങൾക്കില്ലാത്തത്? എന്താണ് കുറവ്? എന്താണുള്ളത്? മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ ഇതിന് സമാധാനം പറയണം. ഇല്ലാത്ത ഗുണങ്ങൾ വളർത്താൻ വല്ല പരിശ്രമവും ചെയ്യുന്നുണ്ടോ? നമ്മളോടാണ് ചോദ്യം. ഈ പറഞ്ഞ ഗുണങ്ങളിൽ നമുക്ക് ഏതൊക്കെയുണ്ട്, ഏതൊക്കെയില്ല? ആ ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അത് വളർത്താൻ ആവശ്യമായിട്ട് എന്ത് പരിശ്രമമാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം. നിങ്ങളുടെ കോട്ടങ്ങളും കുറവുകളും ധീരതയോടെ അഭിമുഖീകരിക്കണം. ഇല്ലാത്തതുണ്ടെന്ന് നടിച്ചോ ഉള്ളതില്ലെന്ന് ഭാവിച്ചിട്ടോ കാര്യമില്ല. അത് ഒരുവിധം ആത്മവഞ്ചനയാണ്. അപ്പോ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ സോട്ട് അനാലിസിസ് നടത്തണം, അല്ലേ? നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ കണ്ടെത്തി അത് ലിസ്റ്റ് ചെയ്ത് അത് ഇല്ലാത്തത് എന്താണോ, നമ്മുടെ വീക്ക്നെസ് എന്താണോ അത് പരമാവധി കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഓരോ ദിവസവും നടത്തണം എന്നാണ്. എന്നിട്ട് എഡിസന്റെ ഉദാഹരണം പറയുന്നുണ്ട്. എഡിസൺ സുപ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. തന്റെ നടപടി നിയന്ത്രിക്കുന്നതിൽ അതിയായ നിഷ്കർഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചില സുഹൃത്തുക്കളുമായി സംസാരിച്ച് വിനോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ മദ്യം സേവിക്കുവാൻ എഡിസനെ ക്ഷണിച്ചു. എന്നിട്ട് എഡിസനോട് പറയാണ്, കുറച്ചു കുടിക്കുന്നത് കൊണ്ട് തരക്കേടൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിലൊരാൾ ഒരു ഗ്ലാസ്സിൽ മദ്യം അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചു. മദ്യം കുടിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത ആളായിരുന്നു എഡിസൺ. അവരുടെ പ്രേരണയ്ക്ക് താൻ വഴിപ്പെടുമോ എന്ന ഭയം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി. ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തുപോയി തനിയെ ഒരിടത്ത് നിന്ന് അദ്ദേഹം തന്നെത്താൻ ഇങ്ങനെ പറഞ്ഞു. എഡിസൺ ആ സ്ഥലത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹം ഒരു സ്വയം പറയാണ്, എന്റെ തലച്ചോറ് നല്ല കാര്യത്തിന് ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിന്റെ ശക്തി കൂട്ടുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്, അതിനെ ക്ഷയിപ്പിക്കുവാനല്ല. എന്റെ തലച്ചോറിന്റെ ശക്തി ക്ഷയിപ്പിക്കുന്ന ഒരു ശത്രുവിനെ ഞാൻ അകത്താക്കുന്നത് എന്തിന്? എത്ര കുടുംബങ്ങളെ അത് നശിപ്പിച്ചു, എത്ര ആളുകളെ അത് കെടുത്തി, എന്തെല്ലാം നാശം അതുണ്ടാക്കി തീർത്തു. ഇല്ല, ഒരിക്കലും ഞാൻ അത് കഴിക്കില്ല എന്ന് മനസ്സുകൊണ്ട് ഉറച്ച് പുഞ്ചിരിയോടുകൂടി രണ്ടാമതും സ്നേഹിതന്മാരുടെ കൂട്ടത്തിൽ കൂടി. എന്നാലും അവരുടെ പ്രേരണയ്ക്ക് അദ്ദേഹം വഴിപ്പെട്ടില്ല. എഡിസന് പല വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ പ്രലോഭനത്തെ എതിർത്തതായിരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് അദ്ദേഹം പറയും. പ്രലോഭനങ്ങളെ എതിർക്കാനുള്ള കഴിവ്, പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാനുള്ള ശേഷി, നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള ശേഷി, അത് ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് നമുക്കതിനെ കാണാം. ഇരുട്ട് നീക്കുവാൻ നമുക്ക് കഴിയും.
വെളിച്ചമുണ്ടാക്കുവാനും സാധിക്കും. മറ്റുള്ളവരെന്ത് പറഞ്ഞാലും വിചാരിച്ചാലും നിങ്ങളെ പറ്റിയുള്ള ശരിയായ മതിപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. നോക്കൂ, എത്രമാത്രം ആഴത്തിലുള്ളതാണ് വാക്കുകളെന്ന് നിങ്ങൾ ഓർക്കണം. മറ്റുള്ളവരെന്ത് വിചാരിച്ചാലും എന്ത് പറഞ്ഞാലും നിങ്ങളെ പറ്റിയുള്ള ശരിയായ മതിപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുണ്ടാവാനുള്ള മാർഗം ഇവിടെ പറയാം. അതൊരു വലിയ മനഃശാസ്ത്രജ്ഞന്റെ ഉപദേശമാണ്. ദിവസേന കാലത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ തന്നെത്താൻ പറയുവിൻ. എന്ത് കുറച്ച് അഫർമേഷൻസ് ആണ് പറയുന്നത്. അഫർമേഷൻസ് ഒക്കെ ഇപ്പോ എന്നല്ല, അന്ന് ആര് KP കേശവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഞാൻ ഇന്നുള്ളതിനേക്കാൾ അധികം ഉയർന്ന നിലയിൽ അടുത്ത ഭാവിയിൽ. ഒന്നാമത്തത്, ഞാൻ ഇന്നുള്ളതിനേക്കാൾ അധികം ഉയർന്ന നിലയിൽ അടുത്ത ഭാവിയിലെത്തും. ഇതുവരെയും നേടുവാൻ സാധിച്ചതിലധികം വലിയ കാര്യങ്ങൾ നേടുവാൻ എനിക്ക് സാധിക്കും. എന്തുകൊണ്ടെന്നാൽ അതിനുള്ള കഴിവെനിക്കുണ്ട്. എന്നിലുള്ള സൽസ്വഭാവം കൂടുതൽ വികസിപ്പിക്കുന്നതിന് ഞാൻ ശ്രമിക്കും. മറ്റുള്ളവരിൽ കാണുന്ന സൽഗുണങ്ങൾ ഞാൻ കണ്ടുപഠിക്കുകയും ചെയ്യും. ആപത്തിനെ ഞാൻ ഭയപ്പെടുകയില്ല. അതിനെ ഞാൻ പൗരുഷത്തോടെ അഭിമുഖീകരിക്കും. സത്യവും സ്വാതന്ത്ര്യവും നശിപ്പിക്കുന്ന എന്തിനോടും ഞാൻ പൊരുതും. സമൂഹത്തിന്റെ അഭ്യുദയത്തിനുതകുന്ന എന്തിനേയും ഞാൻ സഹായിക്കും. മറ്റുള്ളവർക്ക് ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാക്കുന്ന വാക്കുകൾ മാത്രമേ ഞാൻ അവരോട് പറയുകയുള്ളൂ. ഭയവും നിരാശയും അവരിലുണ്ടാക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കയില്ല. ആളുകളെ എത്ര കണ്ട് സേവിക്കാൻ കഴിയുമോ അത്ര കണ്ട് സേവിക്കുന്നതിന് ഞാൻ ഒരുങ്ങും. എന്നെ സമീപിക്കുന്നവരെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കുന്നതിന് സഹായിക്കും. ഇങ്ങനെ 7 അഫർമേഷൻസ് ആണ് അദ്ദേഹത്തിൽ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാനുള്ള മാർഗം ഇതാണ്. നിങ്ങൾക്കും അതൊന്ന് പരീക്ഷിച്ചുകൂടെ എന്നാണ്. അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടാണ് ആ ചാപ്റ്റർ അവസാനിക്കുന്നത്. അടുത്ത ചാപ്റ്ററില് മനുഷ്യന്റെ മാഹാത്മ്യം, മനസ്സിന്റെ മാഹാത്മ്യം എന്നതാണ് അടുത്ത ചാപ്റ്ററിന്റെ വിഷയം. മനുഷ്യന്റെ മാഹാത്മ്യം, മനസ്സിന്റെ മാഹാത്മ്യം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈശ്വരാനുഗ്രഹമുള്ളവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. അച്ഛന്റെ കൈ പിടിച്ചു നടക്കുന്ന കുട്ടി ഒരു പക്ഷേ തെറ്റി വീണെന്ന് വരാം. എന്നാൽ കുട്ടിയുടെ കൈ അച്ഛൻ പിടിക്കുമ്പോൾ അത്തരം ഭയത്തിന് അവകാശമില്ല. തന്റെ ശരിയായ രൂപം ഈശ്വരൻ പ്രത്യക്ഷമായി കട്ടിക്കൊടുക്കുമ്പോൾ ആർക്കും ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാകും. എന്നാൽ അത് നിഷ്കളങ്ക മനസ്സുകൊണ്ടും നിരന്തര പരിശ്രമം കൊണ്ടും ആത്മീയ ശിക്ഷണം കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ നമ്മെ ഉപദേശിക്കുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു ഇത് പറഞ്ഞുകൊണ്ടാണ്. അത് നമ്മുടെ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ള അത്തരത്തിൽ ഒരു വിശ്വാസികളൊക്കെ ആണെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അച്ഛന്റെ കൈ പിടിച്ച് നടക്കുന്ന കുട്ടി ഒരുപക്ഷെ തെറ്റി വീണെന്ന് വരാം. എന്നാൽ കുട്ടിയുടെ കൈ അച്ഛൻ പിടിക്കുമ്പോൾ അത്തരം ഭയത്തിന് അവകാശമില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഈ അവതാര പുരുഷന്മാരുടെ ജീവിതത്തിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പരമാർത്ഥം അവരുടെ ഹൃദയത്തിന്റെ വിശാലതയും സൗന്ദര്യവുമാണ്. അതാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി നിർത്തുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന്റെ മാഹാത്മ്യം, മനസ്സിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത്. അവതാര പുരുഷന്മാർ ഒരു പ്രത്യേക മതക്കാരുടെയോ വർഗക്കാരുടെയോ ആചാര്യന്മാരല്ല. അവർ ലോകരുടെ പൊതുസ്വത്താണ്. പൊതുക്ഷേമത്തിൽ നിന്ന് വിട്ടോ അതിന് വിപരീതമായോ ഒരു നന്മ നമുക്കുണ്ടാക്കാൻ തരമില്ല. എന്നിട്ട് അദ്ദേഹം അവനവനാത്മ സുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്ന ശ്രീനാരായണ ഗുരുസ്വാമികൾ ഉപദേശിച്ചത് ഈ സന്ദർഭത്തിൽ സ്മരണീയമനാണ്. ഉള്ളവരെക്കാൾ ഇല്ലാത്തവരാണ് ഈ ലോകത്തിൽ അധികമുള്ളത്. അതുകൊണ്ടാണ് വാങ്ങുന്നതിനേക്കാൾ അധികം സുഖം കൊടുക്കുന്നതാണെന്ന് വിചാരിക്കേണ്ടത്. നമുക്കറിയാലോ, നമ്മളിപ്പോ ട്രെയിനിങ്ങുകളിലൊക്കെ നമ്മളത് കേൾക്കാറുണ്ട്. പവർ ഓഫ് ഗിവിങ്ങും, അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ മനുഷ്യന് ലഭിക്കുന്ന സന്തോഷങ്ങളും അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോണും, സന്തോഷത്തിന്റെ ഹോർമോണിനെയൊക്കെ കുറിച്ച് നമ്മളിപ്പോ വിശാലമായി ചർച്ച ചെയ്യുന്നുണ്ട്. വാങ്ങുന്നതിനേക്കാൾ അധികം സുഖം കൊടുക്കുന്നതാണെന്ന് വിചാരിക്കേണ്ടത്. വിശേഷ ദിവസങ്ങളിൽ വീട് വൃത്തിയാക്കലും വെള്ള തേക്കലും ചായമിടലും
പതിവുണ്ടല്ലോ. നമ്മുടെ മനസ്സിനെ ശുദ്ധി ചെയ്യുവാനുള്ള അവസരവും അത് തന്നെ. വെറുപ്പിന് പകരം സ്നേഹം, സ്വാർത്ഥതക്ക് പകരം ത്യാഗം, നിരാശക്ക് പകരം ശുഭപ്രതീക്ഷ. അതിനുള്ള പരിശീലനമാണ് നിരന്തരം ചെയ്യേണ്ടതെന്നാണ്. പണത്തേക്കാൾ ആവശ്യമായിട്ടുള്ളത് സമാധാനം കൊടുക്കുന്ന വാക്കുകളാണ്. കാരുണ്യം നിറഞ്ഞ മനസ്സിൽ നിന്നേ അത് പുറപ്പെടുകയുള്ളൂ. നല്ല പുഷ്പങ്ങൾ സുഗന്ധം പരത്തുന്നില്ലേ? ജീവിതം അതുപോലെ ആയിരിക്കണം. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. നമുക്കൊരു പൂവാവാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പൂവാകുമ്പോ പൂമ്പാറ്റകൾ നമ്മിലേക്ക് പറന്നു വരും. നമ്മൾ മാലിന്യമാകുമ്പോൾ ഈച്ചകൾ കൂട്ടം കൂട്ടമായി നമ്മളിലേക്ക് പറന്നു വരും. ആരെയാണ് നമ്മൾ ആകർഷിക്കേണ്ടത് എന്നതാണ് ചോദ്യം. പൂവായി, സുഗന്ധമായി, പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന തരത്തിൽ മാറാൻ കഴിയുക എന്നതാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ദയാപൂർവമായ പെരുമാറ്റം കൊണ്ടും സഹായിക്കുവാനുള്ള സന്നദ്ധത കൊണ്ടും മറ്റുള്ളവരുടെ ദുഃഖഭാരം ലഘൂകരിക്കാൻ ശ്രമിക്കണം. ഗുണം ചെയ്യുവാനും ദോഷം ചെയ്യുവാനുമുള്ള ശക്തി നമുക്കുണ്ട്. എന്തുകൊണ്ട് അതിനെ നമുക്ക് ശരിയായി ഉപയോഗപ്പെടുത്തിക്കൂടാ? എന്നിട്ട് അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. ഈ കഥയും ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു രാജാവിന് ഒരു മകനുണ്ടായിരുന്നു. എന്ത് വിഭവങ്ങൾ ഉണ്ടായിട്ടും ആ രാജകുമാരന്റെ മുഖത്തിന് പ്രസാദമുണ്ടായില്ല. എല്ലാ സുഖ ആഡംബരങ്ങളോടും എല്ലാ സുഖ സൗകര്യങ്ങളോടും ജീവിക്കുന്ന രാജകുമാരന് പക്ഷേ ഒരു മുഖപ്രസാദം ഉണ്ടായിരുന്നില്ല. സുഖാനുഭാവങ്ങളിൽ ലയിച്ച് പ്രസന്നവതനായിരിക്കേണ്ട രാജകുമാരൻ ഇങ്ങനെ കുണ്ഠിതപ്പെട്ടിരിക്കുന്നതിന്റെ കാരണം രാജാവിന് മനസ്സിലായില്ല. പലരോടും ഉപദേശം ചോദിച്ചു, പല പരിഹാരങ്ങളും അവർ നിർദ്ദേശിച്ചു. അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. ആ സമയത്താണ് അവിടെ ഒരു സന്യാസി എത്തിച്ചേർന്നത്. സന്യാസിയോട് രാജാവ് ഈ കഥ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് പരീക്ഷിക്കാൻ ഉറച്ചു. രാജകുമാരനെ ആരുമില്ലാത്ത സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി താൻ നൽകുന്ന ഉപദേശം ദിവസേന തെറ്റാതെ അനുഷ്ഠിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. രാജകുമാരൻ അതിന് സമ്മതിച്ചു. ദിവസേന ആർക്കെങ്കിലും വല്ല സഹായവും ചെയ്യണം. അത് തെറ്റാതെ ചെയ്യുകയും വേണം, സന്തോഷത്തോടെ ചെയ്യുകയും വേണം. ഇതാണ് സന്യാസി രാജകുമാരന് കൊടുത്ത ഉപദേശം. എല്ലാ ദിവസവും ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യണം. അത് തെറ്റിക്കരുത്. അത് ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വേണം അത് ചെയ്യാൻ. അന്നു മുതൽ രാജകുമാരൻ നിഷ്ഠയോടെ അത് ആചരിച്ചു വന്നു. എന്തൊരു മാറ്റമായിരുന്നു അത് ആ യുവാവിനുണ്ടാക്കി തീർത്തത്. പ്രസന്നവതനായ രാജകുമാരൻ എന്ന പ്രഖ്യാതി നാടെല്ലാം പരന്നു. മറ്റുള്ളവരെ സഹായിച്ചാലേ മനസ്സിന് സന്തോഷമുണ്ടാകും. മറ്റുള്ളവർക്ക് കൊടുത്താലേ നമുക്ക് കിട്ടുകയുള്ളൂ. മറ്റുള്ളവരെ സഹായിച്ചാലേ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാകും. മറ്റുള്ളവർക്ക് കൊടുത്താലേ നമുക്ക് കിട്ടുകയുള്ളൂ. നല്ല ഹൃദയം, നിഷ്കളങ്കമായ സ്വഭാവം, കലവറയില്ലാത്ത സംഭാഷണം, ആദരവോടുകൂടിയ പെരുമാറ്റം, ഇതെല്ലാമുള്ള മനുഷ്യൻ ഒരു കോടീശ്വരനേക്കാൾ അനുഗ്രഹീതനാണ്. എങ്ങനെ? നല്ല ഹൃദയം, നിഷ്കളങ്കമായ സ്വഭാവം, കലവറയില്ലാത്ത സംഭാഷണം, ആദരവോടുകൂടിയ പെരുമാറ്റം, ഇതെല്ലാം ഉള്ള മനുഷ്യൻ ഒരു കോടീശ്വരനേക്കാൾ അനുഗ്രഹീതനാണ്. മടിശീലയുടെ വലുപ്പത്തിനല്ല പ്രാധാന്യം, ഹൃദയത്തിന്റെ വിശാലതക്ക്. എന്നിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. പണം എന്നുണ്ടാകും, നാളെ ഇല്ലാതിരിക്കാം, പക്ഷേ നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആനന്ദത്തിന്റെ ഉറവ് ഒരിക്കലും പറ്റാത്തതാണ് എന്നൊക്കെ അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കഥ കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, കോടീശ്വരനായിട്ടുള്ള റോക്ക്ഫെല്ലറുടെ കഥ. അത് അദ്ദേഹം ഈ പാഠത്തിൽ ജസ്റ്റ് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. പിന്നീട് മറ്റൊരു പാഠത്തിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. റോക്ക്ഫെല്ലർ രോഗിയാകുന്നത് അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് പോലും അദ്ദേഹത്തെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യമൊന്നും ഓർത്തിരുന്നില്ല. വെറും പണസമ്പാദനത്തിന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുപ്പം അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ യുവാവായിരിക്കെ തന്നെ അദ്ദേഹത്തിന് രോഗം ബാധിക്കുകയും പിന്നീട് അദ്ദേഹം അത് തിരിച്ചറിയുകയും മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ തുടങ്ങുകയും
ഇന്ന് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അമേരിക്കയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചാരിറ്റി പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. അന്ന് റോക്ക്ഫെല്ലർ തുടങ്ങി വെച്ചതാണ്. ആ റോക്ക്ഫെല്ലർ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ രോഗം ബാധിച്ചു. പിന്നീട് അദ്ദേഹം ഏകദേശം 90 വയസ്സിലധികം അദ്ദേഹം ജീവിച്ചു എന്നുള്ളതാണ് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിൽ ഒക്കെ ഇതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു വെക്കുന്നതിലല്ല, കൊടുക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. ആ സന്തോഷം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും സുഖം ഉണ്ടാക്കുന്നതെന്നും ആ സുഖം എങ്ങനെയാണ് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നത്. പണവും വസ്തുക്കളും നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളും. മക്കളെ വളർത്തുന്നതിൽ പാരന്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. പണവും വസ്തുക്കളും നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ അതങ്ങനെ ചെയ്തോളും. അവർ അതുകൊണ്ട് നന്നായി അതുകൊണ്ട് തന്നെ നശിക്കുവാനും മതി. എന്നാൽ നശിക്കാത്ത മറ്റൊന്ന് അവർക്ക് പൈതൃകമായി കൊടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. പാരന്റ് തന്റെ മക്കളിലേക്ക് എന്താണ് പകർന്നു നൽകേണ്ടത്, അവർക്ക് വേണ്ടി എന്താണ് അവശേഷിപ്പിക്കേണ്ടത് എന്നതാണ് പ്രസക്തമായത്. സംസ്കാര സമ്പന്നമായ നിങ്ങളുടെ ഉത്കൃഷ്ട ജീവിതത്തിന്റെ സ്മരണ, മറ്റുള്ളവരുടെ ഭക്തിയും ബഹുമാനവും അനായാസേന വളർത്തുന്ന സ്വഭാവത്തിന്റെ ഓർമ്മ, നിസ്വാർത്ഥ സേവനം കൊണ്ടുണ്ടായ പരമാനന്ദത്തിന്റെ കഥ, അത് നശിക്കാത്ത സ്വത്താണ്, നിലനിൽക്കുന്ന പൈതൃകമാണ്. സത്യവാനായ മനുഷ്യൻ ഈശ്വരന്റെ മഹത്തായ സൃഷ്ടിയാണെന്ന് പറയാറുണ്ട്. എന്നാൽ ദയാലുവായ മനുഷ്യൻ ദൈവത്തിന്റെ ഓമന സന്താനമാണെന്ന് ഓർക്കേണ്ടതാണ്. സൃഷ്ടിയാവണോ സന്താനമാകണോ എന്ന് നമ്മൾ ആലോചിക്കാം. എങ്ങനെയാണ്? സത്യവാനായ മനുഷ്യൻ ഈശ്വരന്റെ മഹത്തായ സൃഷ്ടിയാണെങ്കിൽ ദയാലുവായ മനുഷ്യൻ ദൈവത്തിന്റെ ഓമന സന്താനമാണ്. അപ്പൊ നമ്മൾ സൃഷ്ടിയാവണോ സന്താനമാവണോ നമ്മൾ തീരുമാനിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ലൈസാമ നോക്കുന്നുണ്ട്, കുറച്ചുകൂടെ പറയാം. അടുത്ത ചാപ്റ്ററാണ് അസാധ്യമെന്നത് സാധ്യമാണ്. എനിക്കെന്ത് സാധിക്കും, ലോകം നന്നാക്കുവാൻ ഞാനൊരുത്തൻ ശ്രമിച്ചാൽ മതിയോ എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും. കഷ്ടതകൾ എങ്ങും കാണുന്നു, അക്രമങ്ങൾ എത്രയെങ്കിലും നടക്കുന്നു, ദുരനുഭവങ്ങൾ ഒരുപാടുണ്ടാവുന്നു. അവിടെയൊക്കെ ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും പറ്റുമോ, എന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കും. ലോകം നന്നാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതിന് തുനിഞ്ഞു പുറപ്പെടുകയേ വേണ്ടൂ. ലോകത്തിലുണ്ടായി തീർന്നിട്ടുള്ള അഭിവൃദ്ധിക്കെല്ലാം കാരണം ഓരോ വ്യക്തികളാണ്. അവർ ഒന്നാരംഭിക്കുന്നു, തടസ്സവും തോൽവിയും വകവെക്കാതെ സ്ഥിരോത്സാഹത്തോടെ അവർ ഉദ്ദേശിച്ച കാര്യം സഫലമാക്കുന്നതിന് ഇറങ്ങിപ്പുറപ്പെടുന്നു. മറ്റുള്ളവർ അവരെ പിന്തുടരുന്നു. തീവണ്ടിയും വിമാനവും റേഡിയോവും വിദ്യുച്ഛക്തിയും എല്ലാം ഇങ്ങനെ ആദ്യം ഓരോരുത്തർ ആരംഭിച്ചു പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. എത്ര മഹാസ്ഥാപനങ്ങൾ ഓരോ വ്യക്തികളുടെ ശ്രമം കൊണ്ടുണ്ടായി തീർന്നിട്ടുണ്ട്. അന്ധകാരം നിറഞ്ഞ സ്ഥലത്ത് കുറച്ചെങ്കിലും വെളിച്ചമുണ്ടാകാൻ ഒരു ചെറിയ തീപ്പെട്ടിക്കോലിന് സാധിക്കില്ലേ? ഞാൻ എന്റെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചവർക്കറിയാം, നമ്മളിപ്പോ ഈ വെളിച്ചവും ഇതൊക്കെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വീക്ക്നെസ് ആണ്. അപ്പൊ ഈ പുസ്തകത്തിൽ അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് അത് സൂചിപ്പിക്കുന്നുണ്ട്. അന്ധകാരം നിറഞ്ഞ സ്ഥലത്ത് കുറച്ചെങ്കിലും വെളിച്ചമുണ്ടാക്കാൻ ഒരു തീപ്പെട്ടിക്കോലിന്, ചെറിയ തീപ്പെട്ടിക്കോലിന് സാധിക്കില്ലേ? നമ്മുടെ ഭവനത്തിലെയും അയൽ വീട്ടിലെയും ഗ്രാമത്തിലെയും അന്ധകാരം നീക്കുന്നതിന് ഒരു ചെറിയ വെളിച്ചമായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിച്ചുകൂടെ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒരു ലൈറ്റ് ഹൗസ് ആയിട്ടൊന്നും മാറാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഭവനത്തിലെയും അയൽ വീട്ടിലെയും ഗ്രാമത്തിലെയും അന്ധകാരം തീർക്കുന്നതിന് ഒരു ചെറിയ വെളിച്ചമായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിച്ചുകൂടെ? പറക്കുന്ന മിന്നാമിനുങ്ങും ജ്വലിക്കുന്ന സൂര്യനും തമ്മിൽ എത്ര അന്തരമുണ്ട്. എങ്കിലും മിന്നാമിനുങ്ങിന്റെ ആ ചെറിയ വെളിച്ചം ഉറച്ച സ്ഥലത്തുള്ള അന്ധകാരം നീക്കുന്നതിനെങ്കിലും ഉപകരിക്കില്ലേ? നമ്മൾ ഓരോരുത്തരും ഒരു മിന്നാമിനുങ്ങെങ്കിലും ആയാൽ നമ്മുടെ വീട്, നമ്മുടെ നാട് അങ്ങനെയെങ്കിലും നമുക്ക് പറ്റൂലേ എന്നാണ് ചോദ്യം. രണ്ട് പ്രതിബന്ധങ്ങളെ നാം എപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ രണ്ട് പ്രതിബന്ധങ്ങളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങളെ കൊണ്ടതാകുമോ, നിങ്ങൾക്കത് സാധ്യമാണോ എന്ന് ഇടയ്ക്കിടെ ഉള്ളിൽ പൊങ്ങുന്ന സംശയം.
അതാണ് ഒന്നാമത്തെ പ്രതിബന്ധം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നുന്ന ഒരു സംശയം. എന്താണ്? നിങ്ങളെ കൊണ്ടതാകുമോ? നിങ്ങൾക്കത് സാധ്യമാണോ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന സംശയം. രണ്ടാമത്തത് അസൂയ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നമ്മെ അധൈര്യപ്പെടുത്തുവാൻ ചിലർ ശ്രമിച്ചേക്കും. അതാണ് രണ്ടാമത്തെ പ്രതിബന്ധം. രണ്ട് കാരണങ്ങൾ കൊണ്ടാവാം. ചിലര് അസൂയ കൊണ്ടാവാം, ചിലര് അറിവില്ലായ്മ കൊണ്ടാവാം. നമ്മളെ അത് പുറത്തു നിന്നും നമ്മളെ അധൈര്യപ്പെടുത്തുന്ന ആളുകളുണ്ടാവും. നമ്മളിങ്ങനെ തീരുമാനിച്ചുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ രണ്ട് പ്രതിബന്ധങ്ങളെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം. അവിടെ നമ്മൾ അതിന് തരണം ചെയ്യണം. എനിക്ക് വല്ലതും ചെയ്യണമെന്നുണ്ട് എന്ന് വെറുതെ പറഞ്ഞിട്ട് പ്രയോജനമില്ല. പ്രവർത്തിക്കാൻ ആരംഭിക്കണം. വലിയ കാര്യങ്ങൾ നേടിയിട്ടുള്ളവരുടെ ചരിത്രത്തിൽ നിന്ന് ചിലതെല്ലാം നാം പഠിക്കേണ്ടതുണ്ട്. 4 പ്രധാന ഗുണങ്ങൾ അവയിൽ കാണാം. 4 പ്രധാനപ്പെട്ട ഗുണങ്ങൾ. വലിയ കാര്യങ്ങൾ നേടിയിട്ടുള്ള, ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, സ്വതന്ത്രമായി ചിന്തിക്കുവാൻ ശീലിക്കുകയാണ് ആദ്യത്തെ കാര്യം. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെ കുറിച്ചും സ്വന്തമായി ചിന്തിച്ച് അതിനെപ്പറ്റി ഖണ്ഡിതമായ ഒരു അഭിപ്രായം ഉണ്ടാക്കണം. മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ആലോചന കൂടാതെ പ്രവർത്തിക്കുകയല്ല വേണ്ടത്. 1, സ്വതന്ത്രമായി ചിന്തിച്ച് ശീലിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, ആ അഭിപ്രായ പ്രകാരം പ്രവർത്തിക്കാനുള്ള ധൈര്യമാണ്. മറ്റുള്ളവരെന്ത് പറയും, ഇതിനവർ അനുകൂലിക്കുമോ എന്ന് സംശയിച്ചിരുന്നിട്ട് കാര്യമില്ല. തുടങ്ങിയത് പൂർത്തിയാക്കാനുള്ള നിശ്ചയത്തോടു കൂടി ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പ്രവൃത്തിയുടെ പുരോഗതിയും ഫലവും ഇടയ്ക്കിടെ പരിശോധിച്ചു നോക്കണം. ഇവാലുവേഷൻ നടത്തണം. പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ കൃത്യമായി ഇടയ്ക്കിടെ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, അതിനെ പരിശോധിക്കണം. ആവശ്യമായ ഭേദഗതികൾ അപ്പോൾ ചെയ്യണം. സ്വന്തം അനുഭവങ്ങൾ അവഗണിക്കരുത്. ഭാവിയിലെ പ്രവൃത്തിക്ക് അതിനെ ഉപയോഗപ്പെടുത്തുകയും വേണം. നാലാമത്തെ കാര്യം, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വിചാരങ്ങളും സൂക്ഷ്മമായി അറിയാൻ ശ്രമിക്കുക. ഈ സമയം തുടക്കത്തിൽ പറഞ്ഞല്ലോ എമ്പതിയെ കുറിച്ചൊക്കെ. അപ്പോ നമ്മൾ ഇങ്ങനെ ഒരു പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വിചാരങ്ങളും സൂക്ഷ്മമായി അറിയാൻ ശ്രമിക്കുക. എന്നിട്ട് അദ്ദേഹം അതുകൂടി ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിന്റെ കൂടെ ലോകോദ്ധാരണത്തിന് ഒരുങ്ങി പുറപ്പെടുന്ന ഒരാൾക്ക് ഈ അറിവ് എത്രയും ആവശ്യമാണ്. മഹാത്മാഗാന്ധിക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്ന ത്രാണി അദ്ദേഹത്തിന്റെ നിരവധി ഗുണങ്ങളിൽ അതിപ്രധാനമായിരുന്നു. ഈ 4 ഗുണങ്ങളും പരിശീലനം കൊണ്ട് സമ്പാദിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. ഒരു എത്ര ചീത്ത മനുഷ്യരിലും ചില ഗുണങ്ങളുണ്ടാവും. അത് കണ്ടുപിടിക്കണം, അത് കണ്ടു പഠിക്കുകയും വേണം. മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും വിശ്വാസവും സമ്പാദിക്കണമെന്ന് നാം എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള നല്ല മാർഗം നാം അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തലാണ്. ഒന്നും സാധ്യമല്ലെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാവരുത്. മറ്റുള്ളവരിൽ നിങ്ങൾ ഉണ്ടാക്കുകയും അരുത്. ആത്മവിശ്വാസമുള്ള മനുഷ്യനെ ആഗ്രഹിച്ചത് ലഭിക്കുമെന്നുള്ളത് പ്രകൃതിയുടെ നിശ്ചയമാണ്. ലോ ഓഫ് അട്രാക്ഷനാണ്. ആഴത്തിൽ തോണ്ടിയാൽ, ശ്രദ്ധിച്ചു, ആഴത്തിൽ തോണ്ടിയാൽ അണ്ട് കിടക്കുന്ന ഉറവിൽ നിന്ന് നിങ്ങളുടെ ദാഹം തീർക്കാം. അത് വറ്റുകയില്ല, അതിന് ശുദ്ധിയും കൂടും. തന്റെ ആത്മചൈതന്യം അറിയുവാൻ ഒരു മനുഷ്യന് സാധിക്കുന്നില്ല എന്ന് ഒരു ജ്ഞാനി ഒരിക്കൽ വിലപിക്കുകയുണ്ടായി. അത് എത്ര ശരിയാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. അപ്പോ ആഴത്തിൽ തോണ്ടിയാൽ, നമ്മളെ തന്നെ ആഴത്തിൽ കുടിക്കുമ്പോ നമുക്ക് ആ ഉറവിൽ നിന്ന് നമ്മുടെ ദാഹം തീർക്കാം. ആ ഉറവിന്റെ പ്രത്യേകത അതൊരിക്കലും പറ്റൂല എന്ന് മാത്രമല്ല, അത് ഏറ്റവും ശുദ്ധമായതും കൂടിയായിരിക്കും. എന്നിട്ട് അദ്ദേഹം അതില് നമ്മള് ലക്ഷ്യത്തെ തിരിച്ചറിയുന്നതിനെ കുറിച്ച്, ആ ലക്ഷ്യം എങ്ങനെയാണ് നമ്മുടെ ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതിന്, ഗോൾ സെറ്റിങ്സിനെ കുറിച്ച്, വിഷ്വലൈസേഷനെ കുറിച്ച്, പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ഈ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. വലിയ കാര്യങ്ങളാണ്. ഞാൻ ഒരുപാട് പറയുന്നില്ല. നമ്മള് പുതിയ തിയറി പ്രകാരം, അതിന്റെ ഇത് പ്രകാരം BVPBA എന്ന് പറയും. BVPBA, ഡ്രീം, വിഷ്വലൈസേഷൻ, പ്ലാനിങ്, ബിലീഫ് ആൻഡ് ആക്ഷൻ. ഇതാണ് പുതിയ തിയറി. നമ്മളൊരു ജീവിതത്തിൽ എന്ത് നേടിയെടുക്കണമെങ്കിലും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സൂത്രവാക്യമായിട്ട് നമ്മൾ സാധാരണ പറയുന്നതാണ് DVPBA, ഡ്രീം. അദ്ദേഹം അതാണ് ആദ്യം പറഞ്ഞത്. നമുക്കൊരു സ്വപ്നം ഉണ്ടാവണം,
അത് ലക്ഷ്യമാക്കണം. പിന്നെ അതിനെ വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ. യാതൊരു സംശയത്തിനും ഇടവരാത്ത വിധത്തിൽ ലക്ഷ്യം മനസ്സിൽ തെളിഞ്ഞു കാണണം എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പ്ലാനിങ് ആണ് അടുത്തത് വേണ്ട. പ്ലാനിങ്. ആ ലക്ഷ്യം ഉടനെ സാധിച്ചെന്ന് വരില്ല. കുറേശ്ശെയായി അത് സാധിക്കുവാൻ പരിശ്രമിക്കണം. എവറസ്റ്റ് കൊടുമുടി കയറിയവർ എന്താണ് ചെയ്തിരുന്നത്? ഇന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഉറച്ചപ്പോൾ അത് സാധിക്കുവാൻ അവർ പദ്ധതി തയ്യാറാക്കി. വഴിയിൽ ഓരോ ദിവസവും ഇന്ന സ്ഥലത്തെത്തണം, ഇത്ര അടി മേലോട്ട് കയറണം, ഇന്ന പ്രതിബന്ധങ്ങൾ ഉണ്ടാകും, അവയെ ഇന്നെന്ന പ്രകാരത്തിൽ നേരിടണം എന്നെല്ലാം ആലോചിച്ച് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും. നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഇന്നതാണെന്ന് തീർച്ചപ്പെടുത്തിയാൽ അത് സാധിക്കുന്നതിന് ഒരു പദ്ധതി തയ്യാറാക്കണം. അതാണ് പ്ലാനിങ്. അടുത്തത് ബിലീഫാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം. നിങ്ങൾ തീരുമാനിച്ച ഒരു കാര്യം അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റാരും നിങ്ങളെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഉണ്ടാവണം. അവസാനം പറയുന്നത് ആക്ഷനാണ്. ആക്ഷനെ കുറിച്ച് അവസാനം അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ച് സർവശക്തിയും പ്രയോഗിച്ച് പ്രവർത്തിക്കണം. വിജയത്തിനായി സർവശക്തനോട് പ്രാർത്ഥിക്കുകയും വേണം. സമയം ഏകദേശം അവസാനിക്കുകയാണ്. അടുത്തൊരു ചാപ്റ്റർ സൗഖ്യത്തിന്റെ രഹസ്യം എന്നുള്ളതാണ്. എന്താണ് സുഖത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നത്? 2 തരം മനുഷ്യരെ കുറിച്ചൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം കണ്ടിട്ടുള്ള 2 തരത്തിലുള്ള ആളുകൾ. ചില ആളുകൾ പിന്നെ അവര് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അതിന്റെ വേസ്റ്റുകളൊക്കെ അവിടെ തന്നെ ഇട്ട് മറ്റുള്ളവർ തീവണ്ടിയിലേക്ക് കയറുന്നതിന് അതിന്റെ വാതിൽ അടച്ചു വെക്കുകയൊക്കെ ചെയ്യുന്ന ചില ആളുകൾ. എന്നാൽ ചില ആളുകൾ മറ്റുള്ളവരെ എപ്പോഴും അവിടെ സ്റ്റേഷനിലെത്തുമ്പോൾ മറ്റുള്ളവരെ അവിടെ വെൽക്കം ചെയ്ത് അവരോട് അല്ലാതെ ഇടപഴകി അവരോട് സംസാരിച്ച് ഒരുപാട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ. ഈ 2 തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വേറൊരു കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എത്ര പുസ്തകങ്ങൾ വായിച്ചാലും ഉപദേശങ്ങൾ കേട്ടാലും നമ്മുടെ അനുഭവത്തിൽ കൈപ്പിഞ്ഞ് നമുക്ക് മറ്റൊരു പാഠവുമില്ല എന്ന് ആ ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതായിരിക്കണം, മറ്റൊരാളുടേതാവരുത്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ആലോചനയുടെ പ്രേരണ കൊണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ചാപ്റ്ററിലെ കുറെ അഫർമേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ചാപ്റ്റർ അവസാനിക്കുന്നത്. അതിനുശേഷം ഉള്ള ചാപ്റ്റർ ഒരു നോക്ക്, ഒരു വാക്ക്, ഒരു താങ്ങ് എന്നാണ്. ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു വാക്ക്, ഒരു താങ്ങ്. ഒരു താങ്ങൽ മതിയാവും പല ആളുകളെയും. ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടായാൽ മതി എന്നാണ് അദ്ദേഹം ആ ചാപ്റ്ററിൽ സൂചിപ്പിക്കുന്നത്. അത് ദീർഘമായിട്ടുള്ള ചാപ്റ്ററാണ്. സ്വീഡനിൽ ഒരു സ്ഥലത്ത് ഒരു വഴിയമ്പലമുണ്ട്. ഭംഗിയുള്ള ഒരു എടുപ്പാണത്. ചുറ്റും മനോഹരമായ പൂന്തോട്ടം. അതിനു മുമ്പിൽ ഒരു പലകമേൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം: ഇതിനകത്ത് വരുന്നവർക്ക് സഹായം ലഭിക്കും, സന്തോഷമുണ്ടാകും, എന്നാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ അവരും സന്നദ്ധരായിരിക്കണം എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, പണമല്ല അധിക ആളുകൾക്കും ആവശ്യമായിട്ടുള്ളത്, അനുഭാവം, ദയ, നല്ല വാക്ക്, സഹായിക്കുവാനുള്ള സന്നദ്ധത, മറ്റുള്ളവരുടെ കഷ്ടസ്ഥിതിയെപ്പറ്റി അറിയുവാനുള്ള ഒരുക്കം എന്നിവയാണ്. പണത്തിന് അത് സാധിക്കുകയില്ല, ഹൃദയത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങളുടെ കഥയൊന്നും എനിക്ക് കേൾക്കുവാൻ സമയമില്ല. എത്ര ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്, അവരെയൊക്കെ സഹായിക്കുവാൻ ആർക്കെങ്കിലും കഴിയും എന്ന് ചിലർ പറയുന്നത് നാം കേൾക്കാറുണ്ടല്ലോ. ആ കർശന വാക്കുകൾ ചിലപ്പോൾ ആത്മഹത്യക്ക് കൂടി ചിലരെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മേക്കാൾ കഷ്ടപ്പെടുന്നവരോട് നാം എത്ര അനുഭാവത്തോടെ പെരുമാറണമെന്ന് മനസ്സിലാകും. ജീവിതത്തെ ദുരിതം നിറഞ്ഞ നരകമായി കരുതേണ്ടതില്ല. അതിനെ ആഹ്ലാദസമ്പൂർണമായ ഒരു അനുഭവമാക്കി തീർക്കാം. ദൈനംദിനമുള്ള ഇടപാടിൽ മറ്റുള്ളവരെ കുറെ കൂടി ദാക്ഷിണ്യത്തോടെ ഓർത്ത് പ്രവർത്തിച്ചാൽ മതി. ദയോടുകൂടിയ ഒരു നോക്ക് നമ്മുടെ മനസ്സിൽ എഴുതി വെക്കേണ്ട വാക്കുകളാണ്. ദയോടുകൂടിയ ഒരു നോക്ക്, പുഞ്ചിരിയോടുകൂടിയ ഒരു വാക്ക്, സന്തോഷത്തോടുകൂടിയ സഹായം. ജീവിതം സുഖപ്രദമാക്കുന്നതിന് അത് മാത്രമേ ആവശ്യമുള്ളൂ. അടുത്ത ചാപ്റ്റർ സേവനത്തിനുള്ള അവസരം ഇവിടെയും എപ്പോഴും കാണാം. ഒരു കാര്യം കൂടെ പറഞ്ഞാണ് അവസാനിപ്പിക്കും. എനിക്ക് എന്തെല്ലാമോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഓരോ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല എന്ന് ചിലർ പറയുന്നത് കേൾക്കാം. വെറുതെ പറയുന്ന വാക്കുകളല്ല അത്. ആഗ്രഹം അവർക്കുള്ള വാസ്തവമാണ്.
എന്നാൽ പലപ്പോഴും അത് വെറും ആഗ്രഹമായി നിൽക്കുകയുള്ളൂ. ആ ആഗ്രഹം പ്രവൃത്തി രൂപത്തിൽ കൊണ്ടുവരുവാനുള്ള ഉറപ്പും ഉത്സാഹവും അവർക്കില്ല. അതുണ്ടാവാൻ ഒരു മാർഗമേ ഉള്ളൂ. അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ പ്രവൃത്തി ഉടനെ ആരംഭിക്കുക. ആരോടും ആലോചിക്കേണ്ടതില്ല, ആരുടെ സഹായവും കാത്തിരിക്കേണ്ടതില്ല. അവനവന് കഴിയുന്നത് ചെയ്യുവാൻ തുടങ്ങിയാൽ മതി എന്ന്. പണക്കാരനായാലും പിച്ചക്കാരനായാലും തന്റെ സ്ഥിതിക്കനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയാത്തവർ ലോകത്തിലില്ല. പണം കൊണ്ട് സഹായിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. അതെല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല. അല്ലാതെ തന്നെ മറ്റു പ്രകാരത്തിൽ സഹായിക്കുവാൻ കഴിയും. കണ്ണു തുറന്നു 4 ഭാഗത്തേക്കും നോക്കുമ്പോൾ അറിയാം ഏതെല്ലാം തരത്തിലുള്ള സഹായത്തിനാണ് ആളുകൾ കാത്തിരിക്കുന്നത്. ഒരു കോടീശ്വരന് സാധിക്കാത്ത സേവനം ഒരു എളിയവന് സാധിച്ചു എന്ന് വരും. ഒരാളുടെ മടിശീല വലുതായിരിക്കാം, എന്നാൽ മറ്റൊരാളുടെ ഹൃദയത്തിന് വിശാലത കൂടും. സേവനത്തിന് ആവശ്യമായുള്ളത് അതാണ് താൻ. അതിൽ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ള, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ അവരോട് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കഥയാണിത്. അദ്ദേഹം KP കേശവമേനോൻ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവമാണ്. സേവനത്തിനുള്ള വാസനയുടെ ഒരു നല്ല ഉദാഹരണമാണ് കുറെ കാലം മുമ്പ് ലണ്ടനിൽ ഉണ്ടായ ഒരു സംഭവം. നവംബർ മാസത്തിലെ ഒരു ദിവസം കടുത്ത കരുമഞ്ഞുണ്ടായിരുന്ന ഒരു സമയമാണ്. ഇരുളിന്റെ കൂട്ടത്തിൽ ആ മഞ്ഞുകൂടി വന്നപ്പോൾ ചുറ്റുപാടുമൊന്നും കാണുക വയ്യായിരുന്നു. ഒരടി മുന്നോട്ട് പോകാൻ പ്രയാസമായിരുന്നു. വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിനും സാധ്യമല്ലാതായി. അപ്പോഴാണ് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ദമ്പതിമാർ വന്നിറങ്ങുന്നത്. അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ദമ്പതിമാർ ഇങ്ങനെ വന്നിറങ്ങിയിട്ട് അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകണം. ആ വീട്ടിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് വഴി എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. കടുത്ത ഇരുട്ടാണ്, കോടമഞ്ഞാണ്. ആ സമയത്ത് അവരൊരു ശബ്ദം കേൾക്കുകയാണ്, എങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പൊ അവരവരുടെ വീടിന്റെ നമ്പറും സ്ട്രീറ്റിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോ അവരുടെ ശരീരത്തിൽ ഒരു കൈ തൊടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതിൽ പിടിച്ചോളൂ, എന്റെ കൂടെ പോന്നോളൂ എന്നാണ്. ആ ദമ്പതിമാരെ ഈ കൈ പിടിച്ചുകൊണ്ട് ആ യാത്ര തുടരുകയാണ്. കുറെ നേരത്തെ യാത്രക്ക് ശേഷം അവര് സ്വന്തം വീടിന്റെ ഉമ്മറത്ത് എത്തും. അവർക്ക് അത്ഭുതമായി. ഈ കൂരിരുട്ടിൽ, ഈ കടുത്ത മഞ്ഞിന്റെ സമയത്ത് എങ്ങനെയാണ് ഈ മനുഷ്യന്, ഞങ്ങൾക്ക് പോലും വഴി മനസ്സിലാകാത്ത ഈ സമയത്ത് ഈ മനുഷ്യന് ഞങ്ങളെ വഴി തെറ്റാതെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് അവര് അത്ഭുതപ്പെടുന്നുണ്ട്. കൂടെ വന്ന മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതെങ്ങനെ സാധിച്ചു? അപ്പൊ അയാൾ പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഞാനൊരന്ധനാണ്, ഞാൻ ഈ നാട്ടുകാരനാണ്, ഇവിടെയുള്ള വഴികളൊക്കെ എനിക്കറിയാം, എനിക്ക് രാവും പകലും ഒരുപോലെയാണല്ലോ. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇതുപോലെ ഒരുപാട് മനുഷ്യരെ ഇന്ന് അവരവരുടെ വീടുകളിലാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്ന സമയം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കി. നോക്കൂ, ഒരു അന്ധന്റെ പരിമിതി അയാൾക്കറിയാം. പക്ഷേ ഒരന്ധനായിട്ട് കൂടി, അന്ധൻ നല്ല കാഴ്ചയുള്ള മനുഷ്യർക്ക് വെളിച്ചമാകുന്ന, വഴികാട്ടുന്ന ഒരു മനോഹര രംഗം. മറ്റുള്ളവരെ സഹായിക്കാൻ ഒരുപാട് നമ്മുടെ മടിശീല, KP കേശവമേനോൻ പറയുന്നതാണ്, ഒരാളുടെ മടിശീല വലുതായിരിക്കണം എന്നൊന്നുമില്ല, ഹൃദയം വിശാലമായാൽ മതി. ഹൃദയം വിശാലമാകുമ്പോൾ നമ്മുടെ ചുറ്റും നമ്മുടെ കണ്ണോടിക്കുമ്പോ നമ്മളുടെ സഹായം തേടുന്ന, ഒരു നല്ല വാക്ക് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, ഒരു പുഞ്ചിരി നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, എന്തെങ്കിലും ഒരു ചെറിയ സഹായം, സുഖമല്ലേ എന്നുള്ള ഒരു ചോദ്യം കൊണ്ട് പോലും ഒരു മനുഷ്യനെ സഹായിക്കാൻ കഴിയും എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഈ ലൈഫില് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ആലോചന നമുക്ക് ഉണ്ടാകുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ, വലിയ കാര്യങ്ങളാണ് ഇതില് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു 3-1 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സൂചിപ്പിച്ചത്. എല്ലാവരും ഈ പുസ്തകം വാങ്ങുക, വായിക്കുക,
മുഴുവനായിട്ടും വായിക്കുക, അത് ഉൾക്കൊള്ളുക, ജീവിതത്തിന്റെ ഭാഗമാക്കുക. എങ്കിൽ ഈ പുസ്തക അവതരണത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത് സഫലമായി. ഒരു പുസ്തകം മുഴുവനായിട്ട് അവതരിപ്പിക്കലല്ലോ ഇതിന്റെ ഉദ്ദേശം. ആ പുസ്തകത്തെ കുറിച്ചുള്ള ചെറിയൊരു ജ്ഞാനം നിങ്ങളിലേക്ക് പകർന്നു തരികയും ആ പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ KP കേശവമേനോന്റെ ജീവിത ചിന്തകൾ എന്നുള്ള ഒരു പുസ്തകം നിങ്ങളുടെ മുന്നിൽ ചെറുതായിട്ട് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഇത്രയും നേരം എന്നെ വളരെ ക്ഷമയോടെ ശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അവസാനം. താങ്ക് യു.